ഹായ് ഗൈസ്, കഥ ആരംഭിക്കുന്നത് ഒരു ക്ഷേത്രം കാണിച്ചുകൊണ്ടാണ്. ഇവിടെ നമ്മുടെ ഹീറോയിനായ യുവി പൂർണ്ണ ഗർഭിണിയാണ്. അവള് പ്രസവവേദന സഹിച്ചുകൊണ്ട് വയറും പിടിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് ഒളിക്കുന്നു. പുറത്ത് അവളെ പിടിക്കാനായിട്ട് പിറകെ ആളുകളുമുണ്ട്. വേറെ ആരുമല്ല, അവളുടെ അമ്മാവനും ആന്റിയുമാണ്. ഇവിടെ യുവി ദൈവത്തിന്റെ അടുത്തോട്ട് ചെന്നിട്ട്, ദൈവമേ, എന്നെയും എന്റെ കുഞ്ഞിനെയും ഒന്ന് രക്ഷിക്കണേ, എനിക്ക് നല്ല പെയിൻ വരുന്നുണ്ട്, എനിക്കെന്റെ കുഞ്ഞിനെ വേണം, എനിക്ക് അവളെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സിസർ കയ്യിലെടുക്കുന്നു. അങ്ങനെ കുറച്ചു സമയത്തിനു ശേഷം യുവി നല്ല സുന്ദരിയായ യാവു എന്ന പെൺകുട്ടിയെ പ്രസവിക്കുന്നു. അതേസമയം പുറത്തു നിന്ന് അവളുടെ അങ്കിള് അവൾ അകത്തുണ്ടെന്ന് തോന്നുന്നു, കുഞ്ഞിന്റെ കരച്ചില് ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് അങ്കിളും ആന്റിയും അകത്തോട്ട് കയറുന്നു. ആന്റി വന്നിട്ട്, നീ ആരാണെന്നറിയാത്ത ഏതോ ഒരു പിച്ചക്കാരന്റെ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് നാണമില്ലേ നിനക്ക്, നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ട, അതിനെ നമുക്ക് കൊല്ലാം എന്നൊക്കെ സംസാരിക്കുന്നു. ഇവിടെ യുവി കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിട്ട്, ദയവായി എന്റെ കുട്ടിയെ വെറുതെ വിടൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തായാലും ഞാൻ തരാം, എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കരുതെന്ന് പറയുമ്പോ, നീ ഞങ്ങളറിയാതെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ഇനി അതിനെയും കൂടെ ഞങ്ങൾക്ക് നോക്കാൻ വയ്യ, ഞങ്ങളുടെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട്, നമുക്ക് ഈ കുഞ്ഞിനെ വിറ്റിട്ട് ധാരാളം പണം സമ്പാദിച്ചൂടെ. ഇത് കേട്ട് ഒട്ടും സഹിക്കാൻ വയ്യാതെ യുവി അവിടെ ഉണ്ടായിരുന്ന ചാരം എടുത്തിട്ട് ഇവരുടെ കണ്ണിലേക്ക് എറിഞ്ഞ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. പിറകെ അവരും അവളുടെ പിന്നാലെ ഓടുന്നുണ്ട്. അതേസമയം ഇവിടെ ദൈവത്തിൽ നിന്നും അനുഗ്രഹം വാങ്ങാൻ നമ്മുടെ ഹീറോ ആയ ഗുഷൻ അവന്റെ അമ്മയോടും അച്ഛനോടൊപ്പം അവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ അമ്മയുടെ ഒരേ ഒരു ആഗ്രഹം എന്തെന്നാല് അവർക്ക് ഒരു പേരക്കുട്ടിയെ വേണം, അതായത് ഗുഷനിൽ ഒരു കുഞ്ഞിനെ വേണം. ആ ഒരു കാര്യം ദൈവത്തോട് പറയാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോ അവൻ അമ്മയോട്, അതിന് ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മേ, നമ്മുടെ ഗു ഫാമിലിയിലെ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ എന്ന് പറയുമ്പോൾ അമ്മ അച്ഛനെ ദേഷ്യത്തോടെ നോക്കും. എന്നിട്ട്, എല്ലാം നിങ്ങളുടെ തെറ്റാണ്, ഗു കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകാൻ കാരണം നിങ്ങളാണെന്ന് പറയുമ്പോൾ അച്ഛൻ പറയും, അത് ഞാൻ എന്ത് ചെയ്യാനാ, അതൊരു ജനറ്റിക് പ്രോബ്ലം ആണ്, നീ എന്റെ മകനെ ഒന്ന് നോക്ക്, അവൻ എന്തൊരു സുന്ദരനാ, അവനും എന്റെ ജീനല്ലേ എന്ന് പറയുമ്പോൾ അമ്മ പറയും, അതൊക്കെ അവിടെ നിൽക്കട്ടെ, വേഗം എനിക്കൊരു ഗ്രാൻഡ് ചൈൽഡിനെ കിട്ടാൻ വേണ്ടി വേഗം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നോക്കെന്ന് പറയും. അങ്ങനെ അമ്മ മുട്ടുകുത്തി കൈക്കൂപ്പി, ദൈവമേ, എന്റെ മകൻ ഗുഷൻ ഒരു പിടിവാശിക്കാരനാണ്, ദയവ് ചെയ്ത് എത്രയും വേഗം അവനെ വിവാഹം കഴിപ്പിക്കണമേ എന്ന് പറഞ്ഞിട്ട് അവനെയും വലിച്ച് പ്രാർത്ഥിപ്പിക്കും. അതെ, എനിക്കൊരു ഗ്രാൻഡ് ചൈൽഡിനെ വേണം. അതിനിടയിൽ യുവി വേദന സഹിച്ചുകൊണ്ട് കുഞ്ഞിനെയും പിടിച്ച് എങ്ങനെയൊക്കെയോ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. ഇവിടെ അമ്മ, ദൈവമേ, നീ ആകാശത്ത് നിന്ന് ഒരു മാലാഖയെയും അവളോടൊപ്പം ഒരു കുഞ്ഞിനെയും അയക്കൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എഴുത്തുകാരന്റെ മേജിക് പോലെ കുഞ്ഞു യുവിയുടെ കയ്യിൽ നിന്നും ചാടി ഗുഷന്റെ കയ്യിലേക്ക് വീഴുന്നു. ഇത് കണ്ട് ഇവരെല്ലാവരും അത്ഭുതപ്പെടുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ല, അപ്പോഴേക്കും ദൈവം കുഞ്ഞിനെ കൊടുത്തു. അപ്പോ അമ്മ കുഞ്ഞിന്റെ കഴുത്തിലുണ്ടായിരുന്ന മറുക് കണ്ടിട്ട്, ദേ നോക്ക്, ഇതേ മറുക് തന്നെയാണ് നിന്റെ കഴുത്തിലും, രണ്ടും സെയിം ആണ്, അപ്പൊ ഇത് ശരിക്കും നിന്റെ കുഞ്ഞ് തന്നെയാണ്. അച്ഛൻ നേരെ സന്തോഷത്തോടെ ദൈവത്തിന് കൈക്കൂപ്പിയിട്ട്, നീ ഇത്ര പെട്ടെന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കും. അതേസമയം യുവി അങ്ങോട്ട് വന്ന് ഗുഷന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പെട്ടെന്ന് പോകുന്നു. ഇത് കണ്ട് അമ്മ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ, അമ്മ, എന്റെ കുഞ്ഞ്, എന്റെ മരുമകൾ പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നു. യുവിയാണെങ്കിൽ കുഞ്ഞിനെയും പിടിച്ചോണ്ട് അതിനകത്ത് ഒളിച്ചിരിക്കുവാണ്. ഇതേ സമയം ആന്റിയും അങ്കിളും വന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് അവൾ എവിടേക്കാണ് ഓടിപ്പോയതെന്ന്. ഇവിടെ യുവി കുഞ്ഞിനോട്, നീ കരയല്ലേ, പുറത്തെ എല്ലാവരും നമ്മളെ അന്വേഷിക്കുവാണ്, അവർ നമ്മളെ ജീവനോടെ വിടില്ല എന്ന് പറയുന്നുണ്ട്. കുഞ്ഞുമാനങ്ങ് അത് കിടക്കുകയാണ്. ഇവിടെ ഗുഷൻ അങ്കിളിനോടും ആന്റിയോടും നന്നായി ദേഷ്യപ്പെടും. ഗു ഫാമിലിയുടെ അനുഗ്രഹ സമയത്ത് അവരെ ശല്യപ്പെടുത്താൻ നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും ധൈര്യം വന്നെന്ന് പറഞ്ഞ് സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് അവരെ പുറത്താക്കുന്നു. ശേഷം അമ്മ അവനോട് പറയും, നീ പോയി എന്റെ മരുമകളെ കൂട്ടിക്കൊണ്ടുപോയെന്ന്. അപ്പോ അവൻ പറയും, അമ്മേ, എനിക്കൊരു പെൺകുട്ടിയെയും എന്റെ ഭാര്യയാക്കാൻ കഴിയില്ല. ഇത് കേട്ട് അച്ഛൻ പറയും, ആ കൊച്ചു കുഞ്ഞിന്റെ കഴുത്തിൽ നിന്റെ അതേ മറുകുണ്ടായിരുന്നു, അവൾ നിന്റെ മകളാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അവൻ പറയും, ഇതെല്ലാം സർവ്വസാധാരണമാണെന്ന്. അപ്പോ അമ്മ ഗുഷന്റെ കൂട്ടിൽ നിന്നും യാവുവിന്റെ മുടിയെടുത്തിട്ട്, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കാമെന്ന് പറയും. അപ്പോ അവൻ അച്ഛനോട്, അച്ഛ, നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അവളെ എന്റെ സഹോദരിയാക്കാം എന്ന് പറയുമ്പോൾ അച്ഛൻ അവന്റെ തലയിൽ നിന്നും മുടി വലിച്ചിട്ട്, ഇത് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറയും. നിങ്ങൾ എന്തേലും ചെയ്യും, എനിക്ക് പോയിട്ട് ജോലിയുണ്ട്, ഞാൻ ഓഫീസിലേക്ക് പോകാന്ന് പറയുമ്പോൾ അച്ഛൻ പറയും, മിണ്ടാതിരിക്കും, ഇവിടെ DNA റിപ്പോർട്ട് കിട്ടാതെ നിനക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല. അങ്ങനെ അച്ഛനും അമ്മയും ദൈവത്തോടെ, ദൈവമേ, ആ കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഉള്ളതായിരിക്കണമേ എന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം സെക്രട്ടറി DNA റിപ്പോർട്ടുമായി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. റിപ്പോർട്ട് അനുസരിച്ച് അവള് ഗുഷന്റെ മകളാണെന്ന് സെക്രട്ടറി പറയുമ്പോൾ അമ്മയാകെ അത്ഭുതത്തോടെ, ആണോ, അവൾ എന്റെ കൊച്ചുമകളാണോ എന്ന് സന്തോഷത്തോടെ ചോദിച്ച് റിപ്പോർട്ട് ഒന്നുകൂടെ നോക്കും. അച്ഛന് വളരെ സന്തോഷവാനാണ്. 18 തലമുറകൾക്ക് ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു മകൾ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷിക്കും. ഇവിടെ അച്ഛനും അമ്മയും ഭയങ്കര സന്തോഷത്തിലാണ്. അവൾ ഞങ്ങളുടെ കുടുംബത്തിലെ രാജകുമാരിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഗുഷനാകെ ഭ്രാന്ത് പിടിച്ചിട്ട്, ദൈവമേ, എനിക്ക് എങ്ങനെ ഇങ്ങനെ ഒരു മകളുണ്ടായത്. പിന്നെ അവൻ 9 മാസങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ നടന്ന സംഭവം ആലോചിക്കും. അന്ന് അവൻക്ക് ആരെക്കുറിച്ച് ഡ്രഗ്സ് കൊടുത്തിരുന്നു. അന്ന് യുവി അങ്ങോട്ട് സാധനം ഡെലിവറി ചെയ്യാൻ വന്ന ഒരു ഡെലിവറി ഗേൾ ആയിരുന്നു. ഗുഷന് ബോധമില്ലാത്തത് കൊണ്ട് തന്നെ അവൻ അവളെ മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോകും. എന്നിട്ട് ആ രാത്രിയിൽ അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇവിടെ യുവി കുഞ്ഞിനോട്, ബേബി, ഐ എം സോറി, നിന്നെ ഞാൻ പ്രസവിച്ചതിൽ എനിക്ക് നല്ല ഖേദമുണ്ട്. നിന്റെ അച്ഛൻ എവിടെയാണെന്നും അവൻ ആരാണെന്നും എനിക്കറിയില്ല.
പക്ഷേ ഞാൻ നിന്നെ ഒരു കുറവും വരുത്താതെ നന്നായി നോക്കുമെന്നും ഇനി മുതൽ നമ്മളൊരു ഫാമിലിയാണെന്നും പറയുമ്പോൾ അതിലൂടെ ബോഡി ഗാർഡുകൾ ഓടിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പോഴും യുവിയും കുശനും തമ്മിൽ കണ്ടുമുട്ടുന്നില്ല കേട്ടോ. ബോഡി ഗാർഡ്സ് അവനോട് ബോസ് ഞങ്ങൾ അമ്മയെയും കുഞ്ഞിനെയും എല്ലായിടത്തും അന്വേഷിച്ചു, പക്ഷെ അവരെ കണ്ടെത്താനായില്ല. അപ്പോൾ അവൻ ദേഷ്യത്തോടെ എല്ലാ വിമാനത്താവളങ്ങളും സ്റ്റേഷനുകളും ബ്ലോക്ക് ചെയ്യണമെന്നും എനിക്ക് അവരെ രണ്ടുപേരെയും എന്തായാലും വേണമെന്നും പറയും. അങ്ങനെ യുവി അവിടെ നിന്നും പോകുന്നു. അങ്ങനെ കുറച്ചാഴ്ചകൾക്ക് ശേഷം യുവി കുഞ്ഞിനെ നോക്കാനുള്ള കാശിന് വേണ്ടി ഒരു ഡെലിവറി ഗേളായി വീണ്ടും ജോലി ചെയ്യുന്നു. അവൾ കുഞ്ഞിനെയും പിടിച്ചിട്ടാണ് ഈ ജോലിയെല്ലാം ചെയ്യുന്നത്. അവൾ കുഞ്ഞിനോടെ മമ്മി നിന്നെ നോക്കാൻ വേണ്ടി നിനക്കായി ധാരാളം പണം സമ്പാദിക്കും എന്ന് പറഞ്ഞിട്ട് അവളെയും കൊണ്ട് ജോലി ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോ അവൾക്ക് ഒരു ഡെലിവറി മെസ്സേജ് വരും. അവൾ നേരെ എത്തുന്നത് കുഷ്യന്റെ കമ്പനിയിലേക്കാണ്. അവിടെ അവനും വരുന്നുണ്ട്. പക്ഷെ അവർ തമ്മിൽ പരസ്പരം കാണുന്നില്ല കേട്ടോ. കുഷ്യൻ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് സെക്രട്ടറിയോട് എന്റെ മകളും എന്റെ ഭാര്യയും എവിടെയാണെന്ന് അന്വേഷിക്കാൻ പറയുന്നുണ്ട്. ഇവിടെ യുവി സാധനവുമായി ഓടി വന്നിട്ട് മേഡം ഇതാ നിങ്ങളുടെ സാധനം എന്നും പറഞ്ഞിട്ട് ജിയാങ്ഷിക്ക് അവളുടെ സാധനം കൊടുക്കുന്നു. പക്ഷെ ജിയാങ്ഷി ദേഷ്യത്തോടെ നിങ്ങളിത് എന്തൊരു സ്ലോ ആണ്, എനിക്ക് ഡെലിവറി വേണ്ട എന്ന് പറഞ്ഞു പോകുമ്പോ മേഡം സോറി മേഡം, ഞാൻ വരാൻ 10 സെക്കൻഡല്ലേ വൈകിയുള്ളൂ, വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കെന്ന് പറയുമ്പോൾ ജിയാങ്ഷി ഫോൺ എറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ സാധനം വേണ്ടാന്ന്, എനിക്ക് റീഫണ്ട് വേണമെന്ന് ആവശ്യപ്പെടും. അപ്പോൾ യാവോ കരയാൻ തുടങ്ങും. ഇത് കണ്ട ജിയാങ്ഷി ജോലി സമയത്ത് കുഞ്ഞിനെയും കൊണ്ട് വന്നാൽ നിങ്ങൾ എങ്ങനെയാ മര്യാദക്ക് ജോലി ചെയ്യുക, വെറുതെ അല്ല തീരെ ഒരു മര്യാദയില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ ശകാരിക്കും. കൂടാതെ നിന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കാരണം എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ടെന്നും പറയും. അബ്ബയുവ്യ അവളോട് ക്ഷമ ചോദിക്കുന്നു. ദയവ് ചെയ്ത് ഈ ഡെലിവറി ക്യാൻസൽ ചെയ്യരുത്, എന്റെ കൈവശം റീഫണ്ട് ഇല്ല എന്നവൾ സങ്കടത്തോടെ പറയുമ്പോൾ യാചകരുടെ കൈകളിൽ നിന്നും എനിക്ക് ഭക്ഷണം വേണ്ട എന്നവൾ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ആ ഭക്ഷണം താഴേക്ക് വലിച്ചെറിയുന്നു. കൂടാതെ അവളോട് നിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ പിന്നെ നീ എങ്ങനെയാ ഒരു കുഞ്ഞിനെ പ്രസവിച്ചത് എന്നിട്ട് അവളെ കളിയാക്കിക്കൊണ്ട് ഈ കുട്ടിയുടെ അച്ഛനും ഒരു പിച്ചക്കാരനാണെന്ന് തോന്നുന്നു, അവൻ സമീപത്ത് എവിടെയോ മാലിന്യം ശേഖരിക്കുന്ന ആളായിരിക്കും, നിന്റെ മകള് തീരെ ഭാഗ്യമില്ലാത്തവളാണ്. അപ്പോൾ യുവി ദേഷ്യത്തോടെ എന്റെ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ജിയാങ്ഷി ആഹാ നീ എന്നോട് തർക്കിക്കാനോ എന്ന് പറഞ്ഞിട്ട് അവളെ തള്ളി മാറ്റിയിട്ട് മര്യാദയ്ക്ക് ഇവിടെ ക്ലീൻ ചെയ്യാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ നിന്നെ കുറിച്ച് ഓഫീസിൽ പരാതിപ്പെടുമെന്ന് പറയും. അങ്ങനെ യുവി കരഞ്ഞുകൊണ്ട് ജിയാങ്ഷി താഴെ എറിഞ്ഞ ഭക്ഷണം വൃത്തിയാക്കുവാണ്. തുടർന്ന് അങ്ങോട്ട് ഗുഷൻ വരുന്നുണ്ട്. അപ്പോൾ ജിയാങ്ഷി ഗുഷന്റെ കൈ പിടിച്ചിട്ട് നിങ്ങൾ വന്നോ എന്ന് പറഞ്ഞ് കൈ പിടിക്കുമ്പോൾ അവൻ മാറി നിൽക്കെന്നും പറഞ്ഞ് അവളുടെ കൈ തട്ടി മാറ്റും. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ വിട്ട് മാറി നിൽക്കാൻ, ഒരേ ഫാമിലി ആണെന്ന് വെച്ചിട്ട് നീ എന്നെ ദുരുപയോഗം ചെയ്യുവാണോ എന്ന് ചോദിക്കും. അപ്പൊ ഗുഷൻ ഇവിടെ യുവി വൃത്തിയാക്കുന്നത് കണ്ടിട്ട് ഈ പെൺകുട്ടിയെ നീ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോ ജിയാങ്ഷി ഈ പെൺകുട്ടി തന്റെ കുഞ്ഞുമായി ഒരു ഡെലിവറി ഗേളായി ജോലി ചെയ്യുന്നു, മര്യാദക്കല്ല അവൾ അവളുടെ ജോലി ചെയ്യുന്നത്, കൂടാതെ അവരെ നല്ല പാൽ മണക്കുന്നുണ്ടെന്നും അവളൊരു വൃത്തിയില്ലാത്തവളാണെന്നും പറയും. എനിക്ക് അറപ്പ് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ ഭക്ഷണം വലിച്ചെറിഞ്ഞത്. അങ്ങനെ യുവി സങ്കടപ്പെട്ട് കുഞ്ഞിനെയും എടുത്ത് അവിടുന്ന് പോകും. ഇത് ഗുഷൻ കാണുമ്പോൾ അവനക്ക് നേരത്തെ ക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മ വരും. പിന്നെ അങ്ങോട്ട് സെക്രട്ടറി വരും. അപ്പൊ ഗുഷൻ അവനോട് പറയും എനിക്കൊരു പുതിയ അസിസ്റ്റന്റിനെ വേണം, നീ ആ പെൺകുട്ടിയോട് ഒന്ന് സംസാരിക്കണമെന്ന് പറയും. അങ്ങനെ സെക്രട്ടറി നേരെ യുവിന്റെ അടുത്തോട്ട് പോയിട്ട് ഈ കാര്യം അവതരിപ്പിക്കും. അപ്പോൾ അവള് നോനോ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോ പക്ഷെ നിങ്ങളുടെ സാലറി പ്രതിമാസം 10,000 രൂപയായിരിക്കുമെന്ന് സെക്രട്ടറി പറയുമ്പോൾ അവള് സന്തോഷത്തോടെ അതെയോ ഓക്കെ ഞാൻ ജോലിക്ക് റെഡിയാണെന്ന് പറയുന്നു. കൂടാതെ സെക്രട്ടറി നിങ്ങളുടെ മകളെയും ജോലിക്ക് കൊണ്ടുവരാമെന്ന് പറയും. ഇത് കേട്ട് യുവി സന്തോഷത്തോടെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ സെക്രട്ടറി അതെ മിസ്റ്റർ ഗോവിന് നിങ്ങളുടെ മകളുടെ പ്രായത്തിലുള്ള ഒരു മകളുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് നാളെ അതിനെ ലഭിക്കും, അതുകൊണ്ട് അവൻക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയും, നിങ്ങൾ ജോലി നല്ല രീതിയിൽ ചെയ്താൽ കമ്പനി നിങ്ങൾക്ക് ധാരാളം ബോണസ് നൽകും. അപ്പോൾ അവള് സന്തോഷത്തോടെ അതുകൊണ്ടൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ നന്നായി കഠിനാധ്വാനം ചെയ്യുമെന്ന് അവള് പറയും. അങ്ങനെ പിറ്റേന്ന് യുവി ഓഫീസിൽ വന്ന് ജോലി ചെയ്യാൻ തുടങ്ങുവാണ്. അപ്പോൾ അവള് മകളോട് മോളെ നീ വിഷമിക്കേണ്ട, നിനക്ക് അച്ഛനില്ലെങ്കിൽ എന്താ, നിനക്ക് നല്ല അമ്മയുണ്ടല്ലോ, ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് നിന്റെ ജീവിതം വളരെ മികച്ചതാക്കുമെന്ന് പറയും. അപ്പോൾ അങ്ങോട്ട് ജിയാങ്ഷി വന്ന് ഫയൽ നേരെ യുവിക്ക് നേരെ എറിഞ്ഞിട്ട് പറയും ഗുഷൻ നിങ്ങൾക്ക് സഹതാപം തോന്നിയിട്ടാണ് ജോലി തന്നത്, പിന്നെ നീ അവനെ കുറിച്ച് വേണ്ടാത്തതൊന്നും മനസ്സിൽ ചിന്തിക്കരുത് എന്ന് പറയുമ്പോൾ യുവി ഗുഷന് വരുന്നത് കണ്ടിട്ട് അതാ അവൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം ലിഫ്റ്റിലേക്ക് ഓടും. എന്നിട്ട് ജിയാങ്ഷിയോട് ബൈ ബൈ പറയും. ഇവിടെ ഗുഷൻ ഓഫീസിൽ വന്നിട്ട് സെക്രട്ടറിയോട് നീ ആ പെൺകുട്ടിക്ക് ജോലി കൊടുത്തില്ലയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സെക്രട്ടറി അതെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അവളുടെ പേര് യുവി എന്നാണ്, അവളുടെ യാവു എന്ന മകളുമായാണ് വന്നിട്ടുള്ളതെന്ന് പറയും. അപ്പോൾ ഗുഷൻ യാവു എന്തൊരു ഭംഗിയുള്ള പേരാണല്ലേ. അപ്പോൾ സെക്രട്ടറി ആ കുഞ്ഞിനെ കാണാൻ നിങ്ങളെ പോലെ നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ ഗുഷൻ തന്റെ മകളെ ഓർത്തുകൊണ്ട് എന്റെ കുഞ്ഞും ഇതുപോലെ ആയിരിക്കുമോ എന്ന് പറയും. എന്റെ മകളെ ഞാൻ ആകെ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ, എന്റെ മോളാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരി എന്ന് ഞാൻ കരുതുന്നുവെന്ന് ഗുഷൻ പറയും. പിന്നെ ഗുഷൻ സെക്രട്ടറിയോട് അവളോട് കുഞ്ഞിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിഞ്ഞിട്ട് അതെല്ലാം എന്റെ മകളുടെ വരവിനായി ഇപ്പോൾ മുതൽ ഒരുക്കങ്ങൾ തുടങ്ങണം, അതെല്ലാം മുൻകൂട്ടി വാങ്ങണമെന്ന് പറയും.
എന്നിട്ട് സെക്രട്ടറിയോട് അവളോട് ജോലി കഴിഞ്ഞിട്ട് അവളുടെ കുഞ്ഞിനുള്ള സാധനങ്ങൾ വാങ്ങാൻ പറയൂ, അതിനുള്ള ക്യാഷ് ഞാൻ തരാമെന്ന് പറയും. അങ്ങനെ ഒരുപാട് കളിപ്പാട്ടങ്ങളും മിൽക്ക് പൗഡറും സ്ട്രോളറും ഒക്കെ വാങ്ങി വെക്കും. ഇത് കണ്ട് യുവി ആകെ ഷോക്കാകും. ഇതിനൊക്കെ ഒരുപാട് ക്യാഷ് ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ സെക്രട്ടറി ഇതെല്ലാം കുഞ്ഞിന് ഹെൽത്ത് ആയിട്ടുള്ളവയാണ്, ഇവയെല്ലാം മാർക്കറ്റിലെ ഹൈ ബ്രാൻഡ് ടോപ്പ് ക്വാളിറ്റി സാധനങ്ങളാണ്, ക്യാഷ് ഒന്നും ഗുഷനൊരു പ്രശ്നമല്ല, ആദ്യം നിങ്ങളുടെ കുഞ്ഞിനെ നന്നായി നോക്കെന്ന് പറയും. കൂടാതെ ഗുഷന്റെ വരാനിരിക്കുന്ന മകൾക്കായിട്ടും ഇതുപോലെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണമെന്ന് സെക്രട്ടറി പറയുമ്പോൾ യുവിയാകെ സങ്കടത്തോടെ എന്റെ മകൾക്കും ഒരു അച്ഛനുണ്ടായിരുന്നാൽ മിസ്റ്റർ ഗുഷൻ ചെയ്യുന്നത് പോലെ അദ്ദേഹവും മകളെ നന്നായി നോക്കുമായിരുന്നോ എന്ന് ആലോചിക്കും. പിന്നെ ഓഫീസിലുള്ള എല്ലാവരും യാവയോ കണ്ടേ നിങ്ങളുടെ കുഞ്ഞ് എന്തൊരു ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആണ്, ഒരു പക്ഷെ അവളുടെ അച്ഛനും സുന്ദരനായിരിക്കും അല്ലെ. അപ്പോ അന്നത്തെ ആ ചെറിയ ഓർമ്മകൾ വെച്ച് അവൾ അതെ എന്ന് പറയും. അന്ന് ആ ഇരുട്ടിൽ അവള് ഗുഷന്റെ മുഖം ശരിക്കും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോ ഇത് കേൾക്കുന്ന ജിയാങ്ഷി പുച്ഛത്തോടെ കുഞ്ഞിന്റെ അച്ഛൻ സുന്ദരനാണെങ്കിലും അല്ലെങ്കിലും എന്താ കാര്യം, അച്ഛനും അമ്മയും വേസ്റ്റുകളല്ലേ എന്ന് പറയും. അപ്പൊ യുവിക്ക് ദേഷ്യം വരും. അപ്പോഴേക്കും കുഞ്ഞു കരയാൻ തുടങ്ങും. യുവി കുഞ്ഞിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ ജിയാങ്ഷിക്കാകെ ഭ്രാന്ത് വരും. ഈ കുഞ്ഞെന്താ എപ്പോഴും ഇങ്ങനെ ഫുൾ ടൈം കരഞ്ഞോണ്ടേ, ഇതിന്റെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് തലവേദന എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ പറ്റി ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ യുവി കുഞ്ഞിനെ എടുത്തിട്ട് നിങ്ങൾ എന്നെ പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷെ എന്റെ കുഞ്ഞിനെ പറ്റി ഒരക്ഷരം മിണ്ടിപ്പോകരുത് ജിങ്ഷിയോട് ദേഷ്യപ്പെടും. അങ്ങനെ അവള് കുഞ്ഞിനെ സമാധാനിപ്പിക്കുമ്പോൾ വേറൊരു സ്റ്റാഫ് കുഞ്ഞിനെ ഇങ്ങ് തരൂ, ഞാൻ നോക്കാമെന്ന് പറയുമ്പോൾ സോറി നിങ്ങൾ പെർഫ്യൂം അടിച്ചിട്ടുള്ളത് കൊണ്ട് എന്റെ കുഞ്ഞിന് പറ്റില്ല, അവൾക്ക് ഹാർട്ട് ഡിസീസ് ആണെന്ന് പറയും. അവളെ ഞാൻ സിഗരറ്റിന്റെ സ്മെല്ലും പെർഫ്യൂമിന്റെ സ്മെല്ലൊന്നും മണിപ്പിക്കാറില്ല, അല്ലെങ്കിൽ അവൾക്ക് അസുഖം വരുമെന്ന് പറയും. ഇതെല്ലാം ജിയാങ്ഷി ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്റ്റാഫ് യുവിയോട് ഓക്കെ ഇനി നാളെ മുതൽ ഞങ്ങൾ പെർഫ്യൂം അടിച്ചു വരില്ലെന്ന് പറയും. തുടർന്ന് ജിയാങ്ഷി കയ്യിലൊരു സിഗരറ്റ് എടുത്തിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കും. ഇവിടെ യുവി കുഞ്ഞിനുള്ള ഫോർമുല മിൽക്ക് തയ്യാറാക്കുകയാണ്. അന്നേരം അങ്ങോട്ടേക്ക് ഒരു സ്റ്റാഫ് വന്നിട്ട് വേഗം വരും. നിങ്ങളുടെ മകൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അവൾ കരയുവാണെന്ന് പറയും. യുവിയാകെ ഷോക്കായിട്ട് കയ്യിലെ ബോട്ടിലൊക്കെ താഴെയിട്ട് കുഞ്ഞിന്റെ അടുത്തിട്ട് ഓടിപ്പോകും. എന്നിട്ട് അവൾ സങ്കടത്തോടെ മോളെ നീ അമ്മയെ പേടിപ്പിക്കലടാ, നീ ഫൈനായിട്ടിരിക്കെ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെയും കൊണ്ടുപോടും. ഇവിടെ ജിയാങ്ഷി സിഗരറ്റും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓഫീസിൽ വന്നിട്ട് ഗുഷൻ സെക്രട്ടറിയോട് അല്ല എന്റെ അസിസ്റ്റന്റും കുഞ്ഞും എവിടെയെന്ന് ചോദിക്കും. അപ്പോ ജിയാങ്ഷി വന്നിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവളൊരു മടിച്ചിയാണെന്ന്, അവൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ജോലിയൊന്നും ചെയ്യാതെ കുഞ്ഞിനെയും എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുവാണെന്ന് പറയും. ഇത് കേട്ട് ഗുഷൻ ഷോക്കായിട്ട് എന്ത് കുഞ്ഞിന് സുഖമില്ലെന്നോ എന്ന് ചോദിക്കുമ്പോൾ സെക്രട്ടറി അതെ യാമോക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടെന്നും അവൾ കൺജസ്റ്റീവ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഗുഷൻ എനിക്കും ഈ രോഗമുണ്ടെന്നുള്ള കാര്യം അവൻ ഓർക്കുന്നു. കൂടാതെ യുവിയുടെ മകൾക്ക് ഇപ്പോൾ 1 മാസമാണ് പ്രായം, അതേപോലെ എന്റെ മകൾക്കും ഇപ്പോൾ ഇതേ പ്രായം തന്നെയാണ്. ദൈവമേ അപ്പോ യാവോ എന്റെ മകളാണോ എന്നൊക്കെ അവനാകെ ആലോചിച്ച് കൺഫ്യൂഷൻ ആകും. എന്നിട്ട് വേഗം ധൃതിയിലെ സെക്രട്ടറിയെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കവേ ജിയാങ്ഷി അവന്റെ കൈ പിടിച്ചിട്ട് അവനെ തടഞ്ഞു വെക്കും. അന്നേരം അവൻ അവളുടെ കൈ തട്ടി മാറ്റിയിട്ട് അമ്മയും മകളും സുരക്ഷിതരായിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ ജീവനോടെ വിടില്ല എന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുന്നു. ജിയാങ്ഷിക്കാകെ ദേഷ്യം വന്നിരിക്കണേ. ആ യുവി മൂദേവി വന്നിട്ട് ആകെ കുറച്ച് ദിവസമേ ആയുള്ളൂ, അപ്പോഴേക്കും അവള് ഗുഷനെ വളച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഭ്രാന്തിലായിരിക്കും. ഇവിടെ യുവി ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ഡോക്ടറോട് ഡോക്ടർ പ്ലീസ് എന്റെ മകളെ ഒന്ന് രക്ഷിക്കൂ എന്ന് വെപ്രാളപ്പെട്ട് പറയുന്നുണ്ട്. ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് അവളോട് അർജന്റായിട്ട് സർജറി ആവശ്യമാണെന്ന് പറയും. ഇത് കേട്ട് അവളാകെ ഞെട്ടി ബോധം കെട്ടി താഴെ വീഴാൻ തുടങ്ങി. ഉടനെ അങ്ങോട്ട് ഗുഷനും എത്തി. അവൻ ഹോസ്പിറ്റലിലേക്ക് കയറിയതും അവൻക്കും അതേ ഏതോ ഒരു കണക്ഷൻ ഉള്ളതുപോലെ സെയിം പെയിൻ വരാൻ തുടങ്ങി. ഇവിടെ യുവി സകല കൺട്രോളും പോയിരിക്കുവാണ്. ആകെ സങ്കടപ്പെട്ട് തന്റെ കുഞ്ഞിനെ ഓർത്ത് കരയുവാണ്. അതേസമയം ഡോക്ടർ അങ്ങോട്ട് വന്നിട്ട് കുഞ്ഞിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമാണെന്നും പക്ഷെ ഇപ്പൊ ഹോസ്പിറ്റലിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് ലഭ്യമല്ല എന്നും പറയും. ശേഷം ഡോക്ടർ നഴ്സിനോട് ഈ ഹോസ്പിറ്റലിൽ RH നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരോട് അറിയിക്കാൻ പറയാൻ അനൗൺസ്മെന്റ് ചെയ്യാൻ പറയും. ഇവിടെ യുവി എന്റെ കുഞ്ഞിനെ എങ്ങനെയും രക്ഷിക്കണ ഡോക്ടറെ എന്ന് കാല് പിടിച്ച് കരഞ്ഞു പറയുമ്പോൾ വിഷമിക്കേണ്ട എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ഡോക്ടർ അവളെ സമാധാനിപ്പിക്കും. അങ്ങനെ നേഴ്സ് അനൗൺസ്മെന്റ് ചെയ്യാൻ തുടങ്ങി. യാവോ എന്ന 1 മാസം പ്രായമുള്ള കുഞ്ഞിനെ സർജറി നടത്താൻ പോകുന്നു. അവൾക്ക് അർജന്റായി RH ബ്ലഡ് ഗ്രൂപ്പ് ആവശ്യമാണ്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് അനൗൺസ്മെന്റ് ചെയ്യും. ഇതെല്ലാം കേട്ടുകൊണ്ട് ഗുഷനും സെക്രട്ടറിയും വരുന്നുണ്ട്. ഇത് കേട്ട് സെക്രട്ടറി നമ്മുടെ അസിസ്റ്റന്റ് യുവിയുടെ മകൾക്കാണത്, അല്ല ബോസ് നിങ്ങളും RH നെഗറ്റീവ് അല്ലേ എന്ന് പറയുമ്പോൾ ഗുഷൻ ടൈ ഊരിയിട്ട് കയ്യിൽ ടൈറ്റ് ആയിട്ട് കെട്ടും. എന്നിട്ട് ഉടൻ തന്നെ സിറിഞ്ച് എടുത്തിട്ട് അദ്ദേഹം ഒരു ബ്ലഡ് സാമ്പിൾ എടുത്ത് നേഴ്സിനോട് എന്റേത് RH നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞിട്ട് ആ സാമ്പിൾ ചെക്ക് ചെയ്യാൻ പറയും. അങ്ങനെ നേഴ്സ് അത് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ എന്താ തമാശ കളിക്കണോ, ഫാമിലി മെമ്പേഴ്സിനൊന്നും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല, ആ കുട്ടി യാവോ നിങ്ങളുടെ ഫാമിലിയിലെ മെമ്പറാണ്, നിങ്ങൾ പുറത്തു നിന്ന് വേറെ ആരെങ്കിലും കൊണ്ടുവരുമെന്ന് പറയും. ഇത് കേട്ട് ഗുഷനാകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് രാത്രി എന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നത് യുവി ആയിരുന്നോ എന്നും യാവോ തന്റെ കുഞ്ഞാണെന്നും അവൻ മനസ്സിലാക്കുകയും വേഗം അവരുടെ അടുത്തേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ യുവി കുഞ്ഞിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുവാണ്. അവളാകെ സങ്കടപ്പെട്ടുകൊണ്ട് ഇതെല്ലാം നിന്റെ അമ്മയുടെ തെറ്റാണ്, ഞാൻ നിന്നെ നന്നായി പരിപാലിച്ചില്ല
എന്ന് കരഞ്ഞു പറയുന്നുണ്ട്. അതേസമയം അങ്ങോട്ട് അങ്കിളും ആന്റിയും വന്നിട്ട് യുവിയെ ബലമായി പിടിച്ചു വെച്ചിട്ട് കുഞ്ഞിനെയും എടുത്തോണ്ട് അവിടുന്ന് പോകാൻ നിൽക്കുന്നു. ആന്റി കുഞ്ഞിനെ എടുത്തിട്ട് ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് നീ ഞങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇത് ഞങ്ങളിൽ നിന്ന് നീ മറച്ചു വെക്കുകയാണ്, നിന്റെ മകൾ ഒരു ഭാഗ്യമില്ലാത്ത കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് അവളെ സങ്കടപ്പെടുത്തുമ്പോൾ നിങ്ങൾ മര്യാദയ്ക്ക് എന്റെ കുഞ്ഞിനെ ഇവിടെ വെച്ച് പോകാൻ നോക്കി, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ നിന്റെ ബന്ധുവാണെന്നും പോലീസുകാർക്കൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നും എത്രയും പെട്ടെന്ന് നിന്നെ മറ്റൊരു വിവാഹം കഴിപ്പിക്കുമെന്നും പറയും. അതിന് സമ്മതിച്ചില്ലെങ്കിൽ ഈ കുഞ്ഞിനെ ഞങ്ങൾ കൊല്ലുമെന്ന് പറയും. ഇത് കേട്ട് യുവി പ്ലീസ് എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്, എനിക്ക് കുറച്ച് സമയം തരൂ, നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം, കുഞ്ഞിനെ ഒന്നും ചെയ്യരുതെന്ന് പറയും. അപ്പോ അങ്കിള് നിനക്ക് ഞങ്ങൾ സമയം തരാം, ഞങ്ങളെ മറികടക്കാൻ ശ്രമിക്കരുത്, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞിനെ ഞങ്ങൾ വെറുതെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് യുവിയെ അവർ അവിടുന്ന് ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നു. കുറച്ചു കഴിഞ്ഞ് ഗുഷൻ റൂമിലേക്ക് ഓടി വന്നപ്പോൾ സാധനങ്ങളെല്ലാം നിലത്ത് കിടക്കുന്നത് കണ്ടു. എന്താണ് സംഭവിച്ചത് എന്ന് നെയ്സിനോട് ചോദിച്ചപ്പോൾ അമ്മയുടെയും കുഞ്ഞിന്റെയും ഫാമിലി മെമ്പേഴ്സ് വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയും. ഇവിടെ യുവി പുറത്ത് നിലവിളിക്കുന്നുണ്ട്, പ്ലീസ് ആരെങ്കിലും ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവർ അവളെ കാറിലേക്ക് പിടിച്ചു കയറ്റും. ശബ്ദം കേട്ട് ഗുഷൻ പുറത്തേക്ക് പോയി നോക്കിയെങ്കിലും അവർ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അവൻക്ക് അവരെ അതിൽ നിന്ന് കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ ഈ അങ്കിളെ യുവിയെ ഒരു വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരു പ്രായമായ ആൾക്ക് ഇട്ടുകൊടുത്തിട്ട് ഞങ്ങൾ നിങ്ങൾക്കായി ഒരു ഭാര്യയെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു വർഷത്തിനുള്ളിൽ അവൾ നിങ്ങൾക്കൊരു കുഞ്ഞിനെയും തരും, ഞങ്ങൾക്ക് ആദ്യം ഞങ്ങളുടെ പണം തരൂ എന്ന് പറയുമ്പോൾ അയാൾ പറയും, പക്ഷെ ഈ സാധനങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കേട്ട് അങ്കിളും ആന്റിയും പൊട്ടിച്ചിരിക്കും. എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയും. ഇത് കേട്ട് യുവി ആകെ അലറി വിളിക്കും, എന്നെ തൊടരുതെന്നൊക്കെ പറയും. അപ്പോ അവളെ വാങ്ങാൻ വന്ന ആള് എന്താ ഇതൊക്കെ, ഇവളെന്താ ഇങ്ങനെ, ഇതേതാ ഈ കയ്യിലുള്ള കൊച്ച്, ഇനി ഇതിന്റെ ചെലവും കൂടെ ഞാൻ വഹിക്കണോ എന്ന് ചോദിക്കുമ്പോൾ അങ്കിള് പറയും, ഓ അതൊന്നും സാരമില്ല, അത് ഞാൻ തന്നെ നോക്കിക്കോളാം, അതിന്റെ കഥ ഇന്നത്തോടെ തീർക്കാമെന്ന് പറഞ്ഞ് യാവോനെ അവിടുന്ന് കൊണ്ടുപോകാൻ നിൽക്കും. ഇവിടെ സെക്രട്ടറി ഓടി വന്നിട്ട് ഗുഷനെ ഹോസ്പിറ്റലിലെ CCTV ഫൂട്ടേജ് ഒക്കെ കാണിച്ചു കൊടുക്കും. അതിൽ അവർ യുവിയെ പിടിച്ചോണ്ട് പോകുന്നത് അവൻ കാണുകയും നേരെ അവളെ തിരിഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നു. ഇവിടെ ആന്റി യുവിയെ നല്ലോണം അടിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ അങ്കിൾ വന്നിട്ട് ഈ കൊച്ചു പിശാചിന്റെ കഥ ഇന്ന് ഞാൻ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ പൊക്കി താഴേക്കെറിയാൻ പോകുന്നു. യുവി ഉറക്കെ എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. അതേസമയം ഉടനെ തന്നെ അങ്ങോട്ടേ ഗുഷൻ വരികയും സ്റ്റോപ്പ് നിർത്ത് പറഞ്ഞ് എന്റെ കുഞ്ഞിനെ തൊട്ടുപോകരുതെന്ന് രോഷത്തോടെ പറയും. ഇത് കണ്ട് എല്ലാവരും ഒന്ന് ഭയപ്പെടും. ഗുഷൻ അവന്റെ കഴുത്തിലെ ടൈ വലിച്ചൂരിയിട്ട് അങ്കിളിന്റെ കഴുത്തിൽ മുറുക്കി കെട്ടുന്നു. എന്നിട്ട് കുഞ്ഞിനെ എടുക്കുന്നു. എന്നിട്ട് അമ്മാവൻകിട്ട് അതിശക്തമായി നല്ലൊരു ചവിട്ട് കൊടുത്തു. എല്ലാവരും ഇത് മിസ്റ്റർ ഗു ആണെന്ന് അറിഞ്ഞ ഉടനെ എല്ലാവരും ക്ഷമാപണം നടത്താൻ തുടങ്ങുന്നു. തുടർന്ന് യുവി ഇതെന്റെ മകളാണെന്ന് പറഞ്ഞ് ഗുഷന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. അതിനിടയിൽ അവൾ വീഴാൻ നിൽക്കവേ ഗുഷൻ അവളെ വീഴുന്നതിൽ നിന്ന് രക്ഷിക്കുന്നു. അവൾ കരഞ്ഞോണ്ട് മോളെ യാവോ എന്തു പറ്റിയെന്ന് പറഞ്ഞ് അവളെ എടുക്കും. ഗുഷൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് നീ വിഷമിക്കണ്ട, ഞാൻ ഇവിടെയുണ്ട്, നമ്മളുടെ മകൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയും. ഗുഷൻ അവളെ 9 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ വെച്ച് അവളാണെന്ന് അറിയുന്നത്. അവന് മുമ്പത്തെ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട്. അവൻ അവളോട് ഇത് ഞാനാണെന്ന് പറഞ്ഞ് അന്ന് നടന്ന കാര്യങ്ങൾ ഓർത്തെടുക്കുകയും അവളോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ അങ്കിൾ പറയും, മിസ്റ്റർ ഗുഷൻ ഈ പെൺകുട്ടി നിങ്ങൾ വിഡ്ഢിയാക്കുവാണ്, അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അവൾക്ക് തന്നെ അറിയില്ല, ഏതോ കാട്ടുമാക്കാനാണെന്ന് പറയും. അവൾ വല്ല ഗോസിപ്പും പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചതാക്കുമെന്നൊക്കെ പറയും. പിന്നെ സെക്രട്ടറി വന്ന് അമ്മാവനെ ഇടിച്ചു നല്ല പരിവമാക്കും. എന്നിട്ട് ഗുഷൻ ദേഷ്യത്തോടെ അമ്മാവനോട് നിങ്ങൾ കാട്ടുമാക്കാനെന്ന് വിളിക്കുന്ന ആളുണ്ടല്ലോ അത് ഞാനാണെന്ന് പറയും. അങ്ങനെ യുവി കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞനങ്ങൊന്നുണ്ടാകുന്നില്ല. അവൾ എന്തു പറ്റി മോളെ എന്നൊക്കെ പറഞ്ഞ് തട്ടി വിളിക്കും. ഗുഷനും സെക്രട്ടറിയെ വിളിച്ച് അലറുന്നുണ്ട്. അപ്പോൾ സെക്രട്ടറി ഡോക്ടറെ ഇങ്ങോട്ട് വരുമെന്ന് പറയും. യുവി സങ്കടത്തോടെ പ്ലീസ് എന്റെ കുഞ്ഞിനെ എങ്ങനെയും ഒന്ന് രക്ഷിക്കുന്ന താന്ന് അപേക്ഷിക്കും. ഗുഷൻ വീണ്ടും അവളെ സമാധാനിപ്പിക്കും. നീ ഒന്ന് ശാന്തയാക്, അവൾ എന്റെ മകളാണ്, യാവോ നമ്മുടെ കുഞ്ഞാണ്, അവൾക്കൊന്നും തന്നെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നിട്ട് ഡോക്ടർ അവിടെ വന്ന് കുഞ്ഞിനെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നു. തുടർന്ന് യുവി ബോധം കെട്ട് വീഴുന്നു. ഉടനെ ഗുഷൻ അവളെ കയ്യിലെടുത്തിട്ട് സെക്രട്ടറിയോട് എന്റെ ഭാര്യയെ വേദനിപ്പിച്ചവരെ എടുത്ത് കടലിൽ എറിയാൻ പറയും. ഇന്നു മുതൽ അവരെ എന്റെ ഭാര്യയുടെ മുന്നിൽ കാണരുതെന്നും പറയും. ശേഷം ബോഡി ഗാർഡ്സ് എല്ലാം ചേർന്ന് എല്ലാവരുടെയും കാലുകൾ ഓടിക്കുന്നു. തുടർന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ ഗുഷനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. ഒരു കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം നിങ്ങളുടെ ഭാര്യ വളരെ ദുർബലയാണ്, ഇതൊന്നും എന്താ നിങ്ങൾ നോട്ടീസ് ചെയ്യാതിരുന്നേ, ഒരു ഭാര്യയെ എങ്ങനെയാ പരിപാലിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ശകാരിക്കുമ്പോൾ ക്ഷമിക്കണം ഡോക്ടർ, ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല, കൂടാതെ അവളുടെ ഹെൽത്ത് നോർമലാക്കാൻ ഒരുപാട് സമയമെടുക്കുമെന്നും റിപ്പോർട്ടിൽ അവൾക്ക് ധാരാളം ന്യൂട്രീഷന്റെ കുറവുണ്ടെന്നും കാണിക്കുന്നുണ്ട്. പ്രഗ്നൻസി ടൈമിലും അതിനുശേഷം ഇവള് ധാരാളം ജോലി ചെയ്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അവളൊരു തരം റെസ്റ്റ് പോലും എടുത്തിട്ടില്ല. അവൾ അനുഭവിച്ച എല്ലാ വേദനകളും ഡോക്ടർ ഗുഷനോട് പറയുന്നുണ്ട്. ഞങ്ങളുടെ മരുമകളെ പരിപാലിക്കാത്തത് ഞങ്ങളുടെ തെറ്റാണെന്ന് അച്ഛനും പറയുന്നുണ്ട്. ഞങ്ങളുടെ പേരക്കുട്ടിയെ ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ അവൾ എത്രമാത്രം സഹിക്കേണ്ടി വന്നു. പിന്നീട് ഗുഷൻ ലോകത്തിലെ ഏറ്റവും മികച്ച ന്യൂട്രീഷൻ ഡോക്ടറിനെ വിളിച്ചിട്ട് നല്ലൊരു തെറാപ്പിസ്റ്റിനെ വീട്ടിലേക്ക് അയക്കാൻ പറയുന്നു. പിന്നെ അവൻ ഓർക്കും അതുകൊണ്ടാണ് അവൾ ബോധം കെട്ട് വീണപ്പോൾ യുവി ഇത്ര ഭാരം കുറഞ്ഞവളായിരുന്നു എന്ന് അവൻ ചിന്തിക്കുന്നു.
അവള് ഒരുപാട് യാതനകൾ സഹിച്ചുകൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. കൂടാതെ അവൾ എനിക്ക് സുന്ദരിയായ ഒരു മകളെയും തന്നു എന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. ഉടനെ യുവിയുടെ ബോധം വീണ്ടെടുത്തു. അമ്മയും അച്ഛനും അടുത്ത് ചെന്നിട്ട് മോളെ വെള്ളം കുടിക്ക്, എന്നിട്ട് വിശ്രമിക്ക് എന്നൊക്കെ പറയും. ഗുഷൻ വന്നിട്ട് അമ്മേ അച്ഛ അവളെ പേടിപ്പിക്കല്ലേ, എന്നിട്ട് യുവിക്ക് അമ്മയെയും അച്ഛനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുക്കും. അപ്പോഴും യുവി എവിടെ, എന്റെ മകളെവിടെ, എനിക്ക് അവളെ കാണണം എന്ന് പറയുമ്പോൾ ഗുഷൻ പറയും നീ ആദ്യം വിശ്രമിക്ക്, എന്നിട്ട് അവളെ കാണിച്ചു തരാം. ഡോക്ടറിനോട് വിശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവളെ പോകാൻ ഉറച്ചു നിന്ന് വാശി പിടിച്ചു. അപ്പൊ ഗുഷൻ അവളെ എടുത്ത് മടിയിലിരുത്തിയിട്ട് കയ്യിൽ മരുന്ന് കുപ്പി പിടിച്ചു. എന്നിട്ട് അവളോട് കണ്ണുകൾ താഴ്ത്താൻ പറഞ്ഞു. എന്നിട്ട് അവൻ അവളോട് നിനക്ക് യാവോനെ കാണണമെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് എന്റെ കൂടെ ഇങ്ങനെ വരിക, അല്ലേൽ നീ വിശ്രമിക്ക്, അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയും. അപ്പോ അവൾ അവനെ ചേർത്ത് പിടിച്ചിട്ട് എനിക്കിപ്പോ കാണണമെന്ന് പറയുന്നു. ശേഷം അവൻ യുവിയെ എടുത്ത് കയ്യിൽ കുപ്പിയും പിടിച്ച് അതിലൂടെയെല്ലാം നടന്നു പോകുന്നു. ഇത് മറ്റുള്ളവർ കാണുന്നത് കൊണ്ട് യുവിക്ക് നല്ല നാണം വരുന്നുണ്ട്. പിന്നെ അവൾ യാവോനെ കാണുകയും അവൾ നല്ല ഹാപ്പി ആവുകയും ചെയ്യുന്നു. അവൾ യാവോനെ കണ്ടിട്ട് മോളെ വിഷമിക്കണ്ട കേട്ടോ, അമ്മ ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കൈ വീശി കാണിക്കുന്നുണ്ട്. യുവി സന്തോഷത്തോടെ ഗുഷൻ നേരെ തിരിയും. അപ്പോ നേഴ്സ് വന്നിട്ട് മതി നിർത്തു, അവളുടെ രക്തം തിരികെ ബോട്ടിലേക്ക് തന്നെ അതാ പോകുന്നു. എന്നിട്ട് ബോട്ടിൽ മുകളിലോട്ട് പിടിക്കാൻ പറയും. എന്നിട്ട് ഗുഷനോട് നീ നിന്റെ ഭാര്യയെ പിടിക്ക്, അത് ഞാൻ ശരിയാക്കാമെന്ന് പറയും. അപ്പോ അവൻ ആ കൈ പിടിച്ചു വെക്കുന്നത് കണ്ട് അവള് മിസ്റ്റർ ഗു ഇത് ഞാൻ തന്നെ പിടിച്ചോളാം. അപ്പോ അവൻ പറയും വെയിറ്റ് ചെയ്, ഇപ്പോ ഞാൻ നിന്റെ ബോസ് അല്ല, നമുക്കിപ്പോ ഒരു മകളുണ്ട്, ഞാൻ നിന്റെ മകളുടെ അച്ഛനാണ്, നമ്മൾ 3 പേരും ഇപ്പൊ ഒരു ഫാമിലിയാണ് അല്ലേ എന്നവൻ ചോദിക്കുമ്പോൾ അവൾ പറയും അപ്പോ നീ യാവോക്ക് വേണ്ടി എന്നിൽ നിന്ന് അവളെ പിടിച്ചെടുക്കില്ലേ? അപ്പോ അവൻ പറയും യാവോ നമ്മുടെ മകളാണെന്നും നിനക്കും അവളുടെ മേൽ അവകാശമുണ്ടെന്നും കൂടാതെ കുഞ്ഞിനെ ഇപ്പോൾ അവളുടെ അമ്മയുടെയും അച്ഛന്റെയും സ്നേഹം ആവശ്യമാണെന്നും അവൻ പറയുന്നു. അതിനർത്ഥം നീയും കുഞ്ഞും ഇന്നു മുതൽ എന്നോടൊപ്പം താമസിക്കുമെന്നാണ് എന്ന് പറഞ്ഞ് അവൻ അവളെ ക്ലോസ് ആയിട്ട് പിടിക്കും. എന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയും. അങ്ങനെ കുഞ്ഞിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവൻ ആഗ്രഹിക്കുന്നുവെന്ന് അവൾ മനസ്സിലാക്കുന്നു. എല്ലാത്തിനും ഉപരി അവൻ അവളുടെ കുഞ്ഞിന്റെ അച്ഛനാണ്. ഗോ ഫാമിലി ചുറ്റുമുള്ളതിനാൽ യാവോന്റെ ചികിത്സയെ കുറിച്ച് എനിക്കിനി ചിന്തിക്കേണ്ടി വരില്ല, അവൾ സേഫ് ആയിരിക്കുമെന്ന് യുവി ചിന്തിക്കുന്നു. എന്നിട്ട് അവൾ അവനോട് ഓക്കെ പറയുന്നു. അങ്ങനെ അവർ പോകാൻ നിൽക്കവേ അങ്ങോട്ട് നെയ്സ് വന്നിട്ട് യാവോന്റെ അമ്മയും അച്ഛനും ആരാണെന്ന് ചോദിക്കുന്നു. യുവി സന്തോഷത്തോടെ അമ്മ ഞാനാണെന്ന് പറയുന്നു. ഗുഷൻ അതെ അച്ഛൻ ഞാനാണെന്നും പറയുന്നു. തുടർന്ന് അവർ രണ്ടാളും മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്നു. അങ്ങനെ ഡിസ്ചാർജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ വീട്ടിലേക്ക് വരുന്നു. ഗുഷൻ യുവിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിയിട്ട് നിന്നോട് ഡോക്ടർ നന്നായി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, നീ ആരോഗ്യത്തിന് ഇപ്പോൾ കുഞ്ഞിനെ നോക്കേണ്ടതില്ല, കുഞ്ഞിനെ ഇനി മുതൽ ഞാൻ എടുത്തോളാം, നീ അകത്തോട്ട് വാ, വീട്ടിലെല്ലാവരും നമ്മളെ കാത്തിരിക്കുവാണെന്ന് പറയും. എല്ലാവരും എന്ന് പറഞ്ഞപ്പോൾ അവള് കരുതിയത് മിസ്റ്റർ ഗുവും മിസ് ഗുവും മാത്രമാണെന്നാണ്. പിന്നെ വീട്ടിലെ സർവൻസ് എല്ലാം ഹലോ മേഡം വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സ്വാഗതം ചെയ്യുന്നു. ഇവർ അകത്തോട്ട് കയറിയതും ഇവരെ കണ്ടപാടെ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. പിന്നെ ഗുഷൻ യുവിയെ പിടിച്ചിട്ട് അവിടെ ഇരുത്തുന്നുണ്ട്. യുവി വീണ്ടും വീണ്ടും എണീക്കുന്നുണ്ട്. ഗുഷൻ അവളെ വീണ്ടും വീണ്ടും അതെ ഇവിടെ ഇരിക്കൂന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ചിരുത്തും. ഗുഷൻ ഇതെന്റെ വൈഫാണെന്ന് പറഞ്ഞ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുക്കുന്നു. പിന്നെ അവൾ എല്ലാവരോടും ഹായ് പറയുന്നു. അവർ അവളെ മിസ്സിസ് ഗു എന്ന് വിളിച്ചപ്പോൾ അവൾക്ക് വളരെ സന്തോഷം വന്നു. കാരണം അവളും വിചാരിക്കുന്നത് നമ്മുടെ ബന്ധത്തിന് ഒരു പേര് ലഭിക്കണമെന്നാണ്. പിന്നെ ഗുഷൻ അവരോട് എന്റെ കൈകളിലുള്ളത് എന്റെ പ്രിയപ്പെട്ട മകളാണെന്ന് പറയുന്നു. ഇവളെ ഗു ഫാമിലിയിലെ രാജകുമാരിയാണ്. നിങ്ങൾ എന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ എന്റെ മകളെയും എന്റെ ഭാര്യയെയും ട്രീറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ഗുഷൻ പറയും. പിന്നെ വന്ന് യുവിക്ക് ഇതെല്ലാം നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സ് ആണെന്നും ഗുഷന്റെ അങ്കിൾസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അച്ഛൻ വന്നിട്ട് നിനക്ക് എന്ത് ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിലും അവരോട് വന്ന് ചോദിക്കാമെന്നും ഇന്നു മുതൽ ഗു കുടുംബത്തിന്റെ ചുമതല നിനക്കാണെന്നും നീ പറയുന്നതൊക്കെ ഇവിടെ നടക്കുമെന്നും അച്ഛൻ പറയുന്നു. അവരെല്ലാവരും അവളെ കണ്ടതിന് ശേഷം ഇരുന്നിട്ടേയില്ല. പിന്നെ അവൾ അച്ഛനോട് അച്ഛ എല്ലാവരോടും ഇരിക്കാൻ പറയുന്നുണ്ട്. പിന്നെ ഗു എല്ലാവരോടും ഇരിക്കാൻ പറയുന്നു. പിന്നെ അവൾ അമ്മേ അച്ഛ എന്നവരെ സ്നേഹത്തോടെ വിളിക്കും. ഈ വിളി കേട്ട് അവർക്കും ഒരുപാട് സന്തോഷമാകും. പിന്നെ അമ്മ ഞങ്ങളുടെ മരുമകൾ വരുന്നതിനായി ഞങ്ങൾ ഈ ദിവസത്തിനായി കാത്തിരിക്കുവായിരുന്നു എന്ന് പറയും. അച്ഛനാണെങ്കിൽ അവൾക്ക് അൺലിമിറ്റഡ് ബാങ്ക് കാർഡും നൽകും. കൂടെ അമ്മയും അവൾക്കൊരു ഷോപ്പിംഗ് കാർഡ് കൊടുക്കും. പക്ഷേ വി അതെടുക്കാൻ വിസമ്മതിക്കുന്നു. പക്ഷേ ഗുഷൻ അവളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കും. പിന്നെ അവൻ അവന്റെ പോക്കറ്റിൽ നിന്നും മറ്റൊരു കാർഡ് എടുത്തിട്ട് ഇത് നിന്റെ പേരിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കൊടുക്കും. എന്നിട്ട് ഇന്നു മുതൽ എല്ലാ പണവും നിന്റേതാണെന്ന് പറയും. അപ്പോൾ അമ്മ പറയും അതൊന്നും കുഴപ്പമില്ല മോളെ, ഇതെല്ലാം അവന്റെ ഒരു സന്തോഷമല്ലേ എന്ന് പറയും. പിന്നെ അമ്മ അമ്മയുടെയും ഭർത്താവിന്റെയും കാർഡ് എടുത്തിട്ട് അവൾക്ക് കൊടുത്തിട്ട് ഇത് ഞങ്ങളുടെ പേരക്കുട്ടിക്കുള്ളതാണെന്നും പറയും. പിന്നെ യുവി ഗുഷിനെ നോക്കിയിട്ട് ഇതൊന്നും വേണ്ട എന്ന രീതിയിൽ ഒരു സിഗ്നൽ കൊടുക്കും. അപ്പോ അവൻ അവളുടെ ചെയർ പിടിച്ച അവന്റെ അടുത്തോട്ട് വലിക്കും. അപ്പോ അവളെ നിങ്ങളുടെ പണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ ആ കാർഡ് എടുത്തിട്ട് അവനെ പോക്കറ്റിൽ ഇടാൻ തുടങ്ങി. അന്നേരം അവൻ അവളെ തടഞ്ഞു. സംഭവം അവളെ അവന്റെ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ അവൻ തെറ്റിദ്ധരിച്ചതാണ്. എന്നിട്ട് അവൻ അവളെ തടഞ്ഞു വെച്ചിട്ട് മതി നിർത്ത്, ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, തെറ്റിദ്ധരിക്കും, ഇതിനൊക്കെ ഒരു സമയവും കാലവും ഒക്കെ ഇല്ലേ, പിന്നെ ആക്കാമെന്ന് പറയും. യുവി ആകെ ചമ്മിയിട്ട് അയ്യേ ഞാൻ അതല്ല ഉദ്ദേശിച്ചെന്ന് പറയും. അപ്പോ ഇവരുടെ ഈ കുശി കേട്ട അമ്മ എന്താ മോളെ കാര്യം, എന്താ നിന്റെ ഫേസ് ഇങ്ങനെ ചുമന്നിരിക്കുന്നേ? ഒന്നുമില്ല അമ്മ
കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ കഴിച്ചിലാകും. പിന്നെ അവിടെ നല്ല ഫുഡിന്റെ സ്മെല്ലടിക്കാൻ തുടങ്ങി. എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുവാണ്. യുവിക്കായിട്ട് നല്ല ഹെൽത്തി ഫുഡൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും നല്ലോണം വെട്ടി വീങ്ങുവാണ്. നമ്മുടെ ഗുഷനാണെങ്കിൽ എന്റെ കുഞ്ഞിന് വിശക്കുന്നുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് ബോട്ടിലിൽ മിൽക്ക് കൊടുക്കുന്നു. ഇത് കണ്ടിട്ട് ഒരു അങ്കിള് പറയും, ഗുഷൻ എന്ത് നല്ലൊരു അച്ഛനാണ്, അവൻ യാവോനെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നു. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ യുവി കോട്ടുവായിട്ട് ഉറങ്ങാൻ തുടങ്ങി. ഇത് നോട്ടീസ് ചെയ്ത ഗുഷന് എല്ലാവരോടും ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുന്നു, പിന്നെ കാണാമെന്ന് പറയും. എന്റെ വൈഫിനും എന്റെ കുഞ്ഞിനും ഉറങ്ങാൻ ടൈമായി എന്നും പറയും. അങ്ങനെ യുവി എല്ലാവരുടെയും ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറങ്ങാൻ പോകും. അമ്മയും അച്ഛനും ഇപ്പോൾ വളരെ അധികം ഹാപ്പിയാണ്. ഇപ്പോഴാണ് അവരുടെ കുടുംബം പൂർത്തിയായതെന്ന് പറഞ്ഞ് അവർ സന്തോഷിക്കും. റൂമിൽ എത്തിയ യുവി അവിടെ ഗുഷൻ കുഞ്ഞിനും അവൾക്കായിട്ടും ഒരുക്കിയ സാധനങ്ങൾ കണ്ടിട്ട് അവനോട് എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ യാവോനെ ഞാൻ ഉറക്കിക്കോളാം, നിങ്ങൾ പോയിക്കോളൂ, വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിനെ എടുക്കാൻ നിൽക്കവേ അവൻ പറയും, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ, എന്റെ ടൈ ഒന്ന് ഊരിത്തരാവോ എന്ന് ചോദിക്കും. അങ്ങനെ അവള് ടൈ ഊരാൻ തുടങ്ങവേ പിന്നെ അവൻ പറയും, എന്റെ കയ്യിൽ കുഞ്ഞല്ലേ, നീ എന്റെ ഷർട്ടിന്റെ ബട്ടൺസ് കൂടെ ഒന്ന് ഊരിത്തായെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളാകെ നെർവസ് ആയിട്ട് പറയും, എനിക്ക് കുഞ്ഞിനെ ഉറക്കാനുണ്ട്, നിങ്ങൾ പൊക്കോളൂ. അപ്പൊ അവൻ പറയും, ഞാൻ എങ്ങോട്ട് പോകാൻ, ഈ റൂം വലുതല്ലേ, നമുക്ക് 3 പേർക്കും ഇവിടെ കിടക്കാമെന്ന് ഗുഷൻ പറയും. പക്ഷെ അവളതെല്ലാം റെഫ്യൂസ് ചെയ്തിട്ട്, യാവോ കുഞ്ഞല്ലേ, അവള് രാത്രിയിലൊക്കെ എഴുന്നേറ്റ് കരയും, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയും. അപ്പൊ അവന് അതൊന്നും കുഴപ്പമില്ല, കുട്ടികൾ അമ്മയുടെയും അച്ഛന്റെയും കൂടെ ഉറങ്ങണമെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അവൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടല്ലേ, നമ്മൾ അടുത്തുണ്ടാകുമ്പോൾ അവൾ നന്നായി ഉറങ്ങിക്കോളും, നമ്മൾ അടുത്തുള്ളത് അവൾക്ക് സേഫായി ഫീൽ ചെയ്യും. അങ്ങനെ അവൾ അതിന് ഓക്കെ പറയും. പിന്നെ അവന്റെ ഷർട്ടിന്റെ ബട്ടണുകൾ ഓപ്പൺ ചെയ്യവേ ഇവിടെ യുവിയുടെ ഫേസ് ആകെ ചുവന്നു തുടക്കും. അതിനിടയിൽ അവള് ഞാൻ മോളെ ഡൈപ്പർ മാറ്റാമെന്ന് പറഞ്ഞ് മെല്ലെ കുഞ്ഞിനെയും എടുത്ത് അവിടുന്ന് സ്കൂട്ടാകുന്നു. അതിനുശേഷം അവർ 3 പേരും ഒരുമിച്ച് കട്ടിലിൽ കിടക്കുവാണ്. അതാ യുവി യാവോക്ക് വേണ്ടി ഒരു മനോഹരമായ താരാട്ടുപാട്ട് പാടുന്നു. യാവോ ഉറങ്ങുമ്പോൾ ഗുഷൻ അവളെ കിസ് ചെയ്യുന്നുണ്ട്. പിന്നെ യുവി ആകെ പേടിച്ച് വേഗം പുതപ്പ് മുടി ഉറങ്ങാൻ നിൽക്കവേ ഗുഷൻ അടുത്തോട്ട് വന്ന് ഫേസിന് ക്ലോസ് ആയിട്ട് നിൽക്കും. അവൾ വിചാരിക്കും അവൻ കിസ് ചെയ്യാൻ വന്നതാണെന്ന്. ബട്ട് അവൻ അവിടെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞു കിടക്കും. അവൻ അവളെ കളിപ്പിച്ചതാണെന്ന് യുവയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവളെ ചിന്തിക്കുന്നത് അവൻ ഗു ഫാമിലിയിലെ മെയിൻ ആളാണ്, പിന്നെ യാവോ അവന്റെ സ്വന്തം കുഞ്ഞും, ഞാൻ അവൻക്ക് ആരുമല്ലല്ലോ, അവൻ എന്നെ സ്നേഹിക്കാൻ കഴിയില്ല എന്നൊക്കെ അവൾ അപ്പോൾ ചിന്തിച്ചു കൂട്ടും. പക്ഷെ അതേസമയം ഗുഷന്റെ മനസ്സിൽ അവൻ ഭയങ്കര ഹാപ്പിയാണ്. അവന്റെ ഫാമിലി ഇപ്പൊ നല്ല സ്വീറ്റ് ആണെന്ന് അവൻ കരുതുന്നു. അമ്മ, അച്ഛൻ, നല്ല സുന്ദരിയായ കുഞ്ഞ്, ഭാര്യ എല്ലാവരും ഉണ്ട്. നല്ല ഹാപ്പി ലൈഫിനെ പറ്റി ചിന്തിച്ച് അവൻ ഹാപ്പിയായി കിടന്നുറങ്ങും. പിന്നെ സമയം അർദ്ധരാത്രിയിൽ യാവോ പതിവ് പോലെ എണീറ്റ് കരയാൻ തുടങ്ങുന്നു. വോയിസ് കേട്ട് ആദ്യം എണീക്കുന്നത് ഗുഷനാണ്. അവൻ വേഗം കുഞ്ഞിനെ എടുത്തിട്ട് സമാധാനിപ്പിക്കാൻ നോക്കും. മോളെ നോക്ക്, അച്ഛന്റെ പൊന്നു മോളല്ലേ, കരയല്ലേ, അല്ലെങ്കിൽ അമ്മ ഉണരും, അമ്മ ഒന്ന് വിശ്രമിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവൻ അവളെ എടുത്ത് റൂം മൊത്തം നടന്ന് കുലുക്കി കുലുക്കി ഉറക്കും. അവൻക്കും ഏറ്റവും പ്രാധാന്യം യുവി ശരിയായി വിശ്രമിക്കുകയും ഉറങ്ങുകയും ചെയ്യുക എന്നതാണ്. പിന്നെ അവൻക്ക് ഓരോ അമ്മയുടെയും ത്യാഗങ്ങൾ മനസ്സിലാവാൻ തുടങ്ങി. കുഞ്ഞിനെ പ്രസവിച്ചതിനു ശേഷം ഒരു അമ്മയ്ക്കും മര്യാദയ്ക്ക് കൃത്യസമയത്ത് ഉറങ്ങാൻ പറ്റില്ലെന്ന് അവൻക്ക് മനസ്സിലായി. അമ്മക്ക് മാത്രമല്ല അച്ഛനും ചില കടമകളുണ്ടെന്ന് മനസ്സിലാക്കി അവൻ അവന്റെ കുഞ്ഞിനെ ശാന്തതയോടെ ഉറക്കാൻ തുടങ്ങി. അങ്ങനെ പിറ്റേന്ന് രാവിലെ യുവി വളരെ സന്തോഷത്തോടെയാണ് എണീറ്റത്. അവളെ എണീറ്റിട്ട് എന്തൊരു അതിശയകരമാണ്, ഇന്നലെ രാത്രി യാവോ കരഞ്ഞതേയില്ല, രാത്രി മുഴുവൻ ഞാൻ നന്നായി ഉറങ്ങി എന്നൊക്കെ അവൾ ആലോചിക്കുമ്പോഴാണ് അവൾ ഗുഷനെ കാണുന്നത്. അവൻ അവിടെ സോഫയിലിരുന്ന് ഉറക്കം തൂങ്ങുകയാണ്. മടിയിലായിട്ട് അവൻ യാവോനെയും പിടിച്ചിട്ടുണ്ട്. അവൾ നേരെ അവന്റെ അടുത്തോട്ട് പോയിട്ട് യാവോനെ എടുത്തിട്ട് തൊട്ടിലിൽ കിടത്തി. ശേഷം അവൾ ഗുഷന്റെ അടുത്തോട്ട് പോയിട്ട് അവനെ മൂക്ക് തൊട്ടതും അവൻ പെട്ടെന്ന് അവളെ എടുത്ത് അവന്റെ മടിയിലിരുത്തി ചോദിച്ചു, നീ അവളെ തൊട്ടോ? അപ്പൊ അവൾ പറയും, ക്ഷമിക്കണം, ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല. പക്ഷെ അവൻ അവളുടെ നിഷ്കളങ്കത കണ്ടിട്ട് അവളെ കിസ് ചെയ്യാൻ നിൽക്കും. പക്ഷെ കറക്റ്റ് ടൈം യാവോ കരയാൻ തുടങ്ങും. ആ ചാൻസിൽ അവൾ ഉടനെ എഴുന്നേറ്റ് കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. നിരാശനായി മൂട് പോയ അവൻ കുഞ്ഞിനോട്, അച്ഛനെ പൊന്നാര മോളെ, നീ അമ്മയെ ഒന്ന് തൊടാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ. പിന്നെ യുവി പറയും, കുഞ്ഞിന് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അവൾക്ക് മിൽക്ക് കൊടുക്കണം, ഒന്ന് മാറാവോ എന്ന് ചോദിക്കും. അങ്ങനെ അവൻ പിന്നോട്ട് തിരിഞ്ഞു നിൽക്കും. പിന്നെ കുഞ്ഞിനെ ഉറക്കിയതിനു ശേഷം അവൻ യുവിയോട് ചോദിക്കും, ഫീഡിങ് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഫോർമുല മിൽക്ക് കൊടുക്കാമെന്ന്. പക്ഷെ അവളെ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അവൻ പറയും, എനിക്ക് നിന്നെ കുറിച്ച് ആശങ്കയുണ്ട്, നിന്റെ ഹെൽത്തും വേണ്ട, ഒന്ന് നോക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ വയറ്റിൽ വിശപ്പിന്റെ ഗുളുകുളി ശബ്ദങ്ങൾ വരാൻ തുടങ്ങി. അത് മനസ്സിലാക്കി അവൻ അവളോട്, ആദ്യം നമുക്ക് പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറയും. അങ്ങനെ അവളെയും കൊണ്ട് അവിടുന്ന് പോകും. പിന്നെ അമ്മ വന്നിട്ട്, മോളെ വീടൊക്കെ എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതെ അമ്മേ, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതും ഉടനെ അമ്മ, എന്നാ ഈ വീട് നീ എടുത്തോ എന്ന് പറഞ്ഞ് രേഖകളിൽ ഒപ്പിടും. കൂടാതെ അച്ഛൻ വന്ന് വേറെ ഒരുപാട് സ്വത്തുക്കളുടെ രേഖകൾ കൊടുത്തിട്ട്, ഇതും കൂടെ നീ വെച്ചോ, ഇത് യാവോക്കുള്ള കുഞ്ഞു സമ്മാനമാണെന്നും പറയുന്നു. അതിൽ യാവോക്കുള്ള മാളുകൾ, കിൻഡർ ഗാർഡൻ,
സ്കൂളുകൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് കണ്ടാകെ ഷോക്കായി യുവി അച്ഛനോട്, അച്ഛാ ഇതെല്ലാം ഓവറല്ലേ എന്ന് പറയുമ്പോൾ അമ്മ പറയും, ഒരിക്കലുമില്ല മോളെ, എല്ലാം നിങ്ങളുടേതാണ്. യാവോ ഇപ്പോ നമ്മുടെ ഗു ഫാമിലിയിലെ പ്രിൻസസ് അല്ലേ, ഇതെല്ലാം അവൾക്കുള്ളതാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ അച്ഛൻ പറയും, അതെ, അവൾ ഞങ്ങളുടെ കുടുംബത്തിലെ രാജകുമാരിയാണ്. അപ്പോൾ അമ്മ പറയും, ഇന്നു മുതൽ അവൾ ഞങ്ങളുടെ വീടിന്റെ അവകാശിയാണെന്ന്. പിന്നെ ഗുഷൻ പറയും, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അച്ഛാ അമ്മേ, നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കണ്ടേ, നല്ല വിശപ്പുണ്ടെന്ന് പറയും. ഇവിടെ ഗുഷൻ യുവക്ക് വേണ്ടി 2 ഡയറ്റീഷ്യന്മാരെയും തെറാപ്പിസ്റ്റുകളെയും നിയമിച്ചിട്ടുണ്ട്. അവൾക്ക് വേണ്ടി മാത്രം പാചകം ചെയ്യാനായിട്ട് 2 നാനിമാരെയും നിയമിച്ചിട്ടുണ്ട്. ഇവിടെ ധാരാളം ഭക്ഷണം കൊണ്ടുവച്ചിരിക്കുന്നത് കണ്ടിട്ട് അവളാകെ ഷോക്കായിട്ട്, എനിക്ക് ഇത്രയും വിലയേറിയ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് സാധാ ഭക്ഷണം മതിയെന്ന് പറയും. പക്ഷെ അവൻ, ഇത് നിനക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാണ്, നീ ഇത് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനത് വലിച്ചെറിയും എന്ന് പറയും. അങ്ങനെ സെർവൻസ് അത് എടുക്കാൻ നിൽക്കവേ യുവി, വേണ്ട വേണ്ട, സാരമില്ല, ഞാൻ തന്നെ കഴിച്ചോളാമെന്ന് പറയും. പിന്നെ അമ്മ പറയും, മോളെ യുവി, നീ വളരെ ക്ഷീണിതയാണ്, നീ ശരീരത്തിന് വളരെ അധികം ശ്രദ്ധ നൽകേണ്ടതുണ്ട്. പ്ലീസ് അമ്മേ, ഇതിന്റെയൊന്നും ആവശ്യമില്ല, ഞാൻ എന്നെ തന്നെ നന്നായി നോക്കിക്കൊള്ളാമെന്ന് യുവി പറയും. കൂടാതെ ഞാൻ വളരെ സ്ട്രോങ് ആണെന്ന് എനിക്കറിയാം. യാവോനെ കയ്യിലും പിടിച്ചുകൊണ്ട് ഞാൻ ഒരു ദിവസം 40-50 ഡെലിവറികൾ ചെയ്തിട്ടുണ്ട്. ഇത് കേട്ട അച്ഛന് ദേഷ്യത്തോടെ ഗുഷനോട്, ഇതെല്ലാം നിന്റെ തെറ്റാണ്, നീ എന്തുകൊണ്ടാ എന്റെ മരുമകളെയും പേരക്കുട്ടിയെയും അന്വേഷിക്കാതിരുന്നേ, നീ അവരെ അന്വേഷിക്കാതിരുന്നത് കൊണ്ടല്ലേ അവർ ഇത്രയും ബുദ്ധിമുട്ടിയത്. അപ്പോ അവൻ, അതെ അച്ഛ, എല്ലാം എന്റെ തെറ്റാണെന്ന് പറയവേ യുവി, പ്ലീസ് അങ്ങനെ പറയരുത്, ഇപ്പൊ നിങ്ങൾ ഞങ്ങളെ കണ്ടെത്തിയില്ലേ, അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട് എന്നവൾ സന്തോഷത്തോടെ പറയും. അപ്പൊ അവനും സന്തോഷത്തോടെ അവളെ കൈപിടിക്കും. പിന്നെ അമ്മ, ഡിന്നറിന് ശേഷം നമുക്ക് ഷോപ്പിങ്ങിന് പോകാമെന്ന് പറയുന്നു. അതിനിടയിൽ യുവി, എനിക്ക് ജോലിക്ക് പോകണം എന്ന് പറയും. അപ്പോ അമ്മയും അച്ഛനും പറയും, തീർച്ചയായും പറ്റില്ല, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, ഇപ്പൊ നീ വീട്ടിലിരുന്ന് വിശ്രമിക്കണം, അതാണ് ഇമ്പോർട്ടന്റ്. അപ്പോ അവൾ ഗുഷനോട് പറയും, ദയവായി എന്നെ ജോലിക്ക് പോകാൻ സമ്മതിക്കുമോ. അവൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതിനു ശേഷം അവസാനം അവൻ ഓക്കെ പറയും. ഓക്കെ, പക്ഷെ നീ ശരിയായി ഭക്ഷണം കഴിക്കണം, വളരെ ആഗ്രഹത്തോടെ ഇരിക്കണം. അതൊക്കെ കേട്ട് അവളെ സന്തോഷത്തോടെ തലയാട്ടും. പിന്നെ അവർ രണ്ടുപേരും ഓഫീസിലേക്ക് കാറിൽ പോവുകയാണ്. യുവി പറയുന്നുണ്ട് അവനോട്, എന്നെ അകത്തോട്ട് വിടണ്ട, ഗേറ്റിൽ ഇറക്കിയാൽ മതിയെന്ന്. പക്ഷെ അവന് വണ്ടി അകത്തോട്ട് എടുക്കും. അപ്പോ യുവി, എന്തിനാണ് നീ എന്നെ അകത്തോട്ട് കൊണ്ടുപോയത്, ആരെങ്കിലും നമ്മളെ ഒരുമിച്ച് കണ്ടാൽ എന്താകും. അപ്പോ അവൻ, നമ്മൾ തമ്മിൽ ഒരുമിച്ച് കണ്ടാൽ എന്താ കുഴപ്പം. അപ്പോ അവള്, അതൊരു വ്യത്യാസം ഉണ്ടാക്കുമെന്ന് പറയും. യാവോ കാരണം മാത്രമാണ് ഗുഷൻ ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ടായതെന്നാണ് അവൾ കരുതുന്നത്. എന്തായാലും അവന് അവന്റെ കുഞ്ഞിനെ കിട്ടി, ഭാവിയിൽ അവൻ വേറെ ഭാര്യയെയും ലഭിക്കും, പിന്നെ അവൻ എന്നെ ഉപേക്ഷിക്കും. ഇതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് അവൾ ഈ കാര്യങ്ങളൊന്നും ആരും അറിയാതിരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഉടനെ ഗുഷൻ, നീ എന്റെ ഭാര്യയാണെന്നും യാവോ എന്റെ കുഞ്ഞാണെന്നും എല്ലാവരും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോ യുവി, ഓക്കെ, പക്ഷെ അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ, എനിക്കിവിടെ സീരിയസ് ആയിട്ട് ജോലി ചെയ്യണം, ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് എല്ലാവരും പറഞ്ഞാൽ എനിക്ക് നന്നായി ജോലി ചെയ്യാൻ കഴിയില്ല. ഇത് കേട്ട് ഗുഷൻ, ഓക്കെ എന്ന് പറയവേ ജിയാങ്ഷി വന്ന് കാറിൽ തട്ടിയതും യുവി വേഗം തല തായി തോളിച്ചു. പിന്നെ ഗുഷൻ വേഗം കാർ അകത്തോട്ടെടുത്തു. ഇത് ജിയാങ്ഷിക്ക് എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടാക്കി. അവൾ ദേഷ്യത്തോടെ, നിന്റെ കാറിൽ ആരായിരുന്നു എന്ന്, ആരാണെന്നും ഞാൻ അതൊക്കെ കണ്ടെത്തുമെന്നും അവൾ റൂഡായി പറഞ്ഞു. ഇവിടെ ഗുഷൻ കാറ് ഒരു സൈഡിലോട്ട് മാറ്റിയതും യുവിയുടെ തല സ്റ്റിയറിംഗിൽ ഇടിച്ചു. പിന്നെ അവളെ, മിസ്റ്റർ ഗുഷൻ ബായ് എന്ന് പറഞ്ഞ് തലയും പിടിച്ചുകൊണ്ട് ഓടി. ഇത് കണ്ട് ഗുഷൻ ഒന്ന് ചിരിച്ചു. പിന്നെ അവൻ സെക്രട്ടറിക്ക് വിളിച്ചിട്ട്, എന്റെ ഭാര്യയ്ക്ക് കമ്പനിയിൽ ഒരു പ്രശ്നവും ഉണ്ടാകരുത് എന്ന് വിളിച്ചു പറയുന്നു. പിന്നെ ഗുഷൻ കുഞ്ഞായ യാവോനെയും കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മകളെ കണ്ടിട്ട് എല്ലാവരും, വാവ്, അദ്ദേഹത്തിന്റെ മകളെ എന്ത് സുന്ദരിയാ, അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും മകള് ഭയങ്കര സുന്ദരിയാ. ഇതൊക്കെ കേട്ട് ജിയാങ്ഷി കുശുമ്പോടെ, അതെങ്ങനെ ശരിയാകും, അതെങ്ങനെ ഗുഷന്റെ മകളാവുക, അതൊന്നും സാധ്യമല്ലെന്ന് പറയും. അപ്പോ അന്ന എന്ന ഈ പെൺകുട്ടി യുവിയോട് പറയും, നീ ആ കുഞ്ഞിനെ ഒന്ന് നോക്കിക്കേ, കണ്ടാൽ നിന്റെ മകളെ പോലുണ്ട്, ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ എന്ന് പറഞ്ഞ് അവളെ മുന്നോട്ട് ഒന്നേയിടും. അവളുടെ വരവ് കണ്ട് കുഞ്ഞ് അമ്മയെന്ന് വിളിക്കും. ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ യുവി ഓരോ നമ്പർ ഇട്ടിട്ട്, മിസ്റ്റർ ഗു, നിങ്ങളുടെ കുഞ്ഞിനെ അവളുടെ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, കണ്ടവരെയൊക്കെ ഇത് അമ്മയെന്ന് വിളിക്കുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിന്റെ അമ്മയെ ഒന്ന് കണ്ടെത്തുന്നു പറയും. ഉടനെ അവൻ പറയും, പക്ഷെ എന്ത് ചെയ്യാനാ അസിസ്റ്റന്റ്, അവളുടെ അമ്മ ഒരു അഭിനേത്രിയാണ്, അവള് അഭിനയിക്കുന്ന തിരക്കിലാണ്, അവള് വീട്ടിലില്ല, ഓഫീസിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയും. ഇത് കേട്ട് ജിയാങ്ഷി അവിടുന്ന് ദേഷ്യത്തോടെ പോയി. പിന്നെ അന്ന, വാ നമുക്ക് ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് യുവിയെയും കൊണ്ട് അവിടുന്ന് പോകും. യുവി പോകുന്നേരം ഗുഷനോടും യാവോനോടും ബായ് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ ഗുഷൻ കുഞ്ഞിനോട്, നീ വല്ലതും അറിയുന്നുണ്ടോ, നിന്റെ അമ്മ എന്നെയും നിന്നെയും അറിയാത്ത പോലെ നടിക്കുന്നു, ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒറ്റക്കായല്ലോ. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അന്ന വന്നിട്ട്, മിസ്റ്റർ ഗുഷൻ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തെന്ന് വന്ന് പറയും. ഇതിനു മുന്നേ ഇങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്ന് അന്ന പറയുന്നു. കാരണം മകൾക്ക് വയ്യാത്തത് കൊണ്ടാണ്, കുഞ്ഞ് ഛർദ്ദിച്ചിട്ടുണ്ടെന്ന് പറയും. ഇത് കേട്ട് യുവി ആകെ ഷോക്കായി പോകും. ഇപ്പോ എങ്ങനെയുണ്ട് കുഞ്ഞിന്, സുഖമായോ എന്നൊക്കെ അന്നയോട് പരിഭ്രാന്തിയോടെ ചോദിക്കുന്നുണ്ട്. യുവിയുടെ ഈ ആക്ഷനൊക്കെ കണ്ടിട്ട് ജിയാങ്ഷി, അല്ല അതിനിപ്പോ നിനക്കെന്താ, നീ എന്തിനാ ഇത്ര ഓവറായി റിയാക്ട് ചെയ്യുന്നേ. അപ്പോ അന്ന അവൾക്ക് സപ്പോർട്ടായിട്ട്, യുവി ഒരു അമ്മയാണെന്നും മറ്റൊരു കുഞ്ഞിന്റെ അവസ്ഥയെ കുറിച്ച് അറിയുമ്പോൾ അവൾക്ക് ഇങ്ങനെ
തോന്നുമെന്നും പറയും. പിന്നെ അന്ന യുവിയോട് വാ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറയും. പക്ഷെ യുവി വെയ്യട നല്ല വയറുവേദന ഉണ്ടെന്ന് പറഞ്ഞ് ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോയി. നേരെ ആരും കാണാതെ ഗുഷന്റെ ഓഫീസിലെത്തി. എന്നിട്ട് യാവു എവിടെയാണെന്ന് ചോദിച്ചു. അവൾക്ക് സുഖമാണോ എന്നൊക്കെ ആകെ ബേജാറായി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗുഷൻ പറയും അതെ അവളിപ്പോൾ ഓക്കെയാണ്, അവൾ അവളുടെ അമ്മയെ പോലെ നല്ല പക്വതയുള്ള മോളാണെന്ന് പറയുന്നു. പിന്നെ അവളെ ഉറങ്ങിയെന്നും പറയുന്നു. പക്ഷെ യുവി വീണ്ടും പാനിക്കായിട്ട് അല്ല ഗുഷൻ അന്ന പറഞ്ഞു മകൾക്ക് വയ്യ എന്ന്. ഇത് കേട്ടതും ഗുഷൻ അവളെ വലിച്ചു മടിയിലേക്ക് ഇരുത്തിയിട്ട് അവൾ ആ കാര്യം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അപ്പൊ നീ ഇങ്ങോട്ട് വരില്ലായിരുന്നു അല്ലേ. പിന്നെ അവൾ അവിടുന്ന് എണീറ്റ് മതി എനിക്ക് വർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എണീക്കുന്നു. പക്ഷെ അവൻ അവളെ മുറുകെ പിടിച്ചിട്ട് നീ ഇപ്പോ എന്റെ കൈകളിലാണെന്നും ഞാൻ നിന്നെ ഇവിടുന്ന് പോകാൻ വിടില്ല എന്നും പറയുന്നു. അപ്പോ അവള് നാണത്തോടെ ഒന്ന് വീട് മിസ്റ്റർ ഗുഷൻ, ഞാൻ എന്റെ ജോലി ഒന്ന് തീർക്കട്ടെ. ശരി ലഞ്ച് ടൈം ആയി, ആദ്യം നീ ഭക്ഷണം കഴിക്ക്, എന്നിട്ട് നിനക്ക് ഇവിടുന്ന് പോകാം, ഞാൻ നിന്നെ വിട്ടയക്കാം, അമ്മ നിനക്കായിട്ട് പ്രത്യേകം ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പൊ അവള് ശരി എനിക്ക് അമ്മയെ നിരാശപ്പെടുത്താൻ സാധിക്കില്ല, ഞാൻ കഴിച്ചോളാമെന്ന് പറയവേ അവൻ പറയും പക്ഷെ എനിക്ക് വേറെ എന്തൊക്കെയോ കഴിക്കാൻ തോന്നുന്നുവെന്ന്. അങ്ങനെ അവർ കുറച്ച് റൊമാൻറ്റിക് ആകവേ അങ്ങോട്ടേക്ക് ജിയാങ്ഷി വരുന്ന ശബ്ദം കേൾക്കും. അവൾ അങ്ങോട്ട് ഗുഷന്റെ അടുത്തോട്ട് വരുവാണ്. ആകെ പേടിച്ച് യുവി വേഗം ടേബിളിനിടയിൽ പോയി ഒളിക്കുന്നു. ഗുഷനാകെ ദേഷ്യപ്പെട്ട് ജിയാങ്ഷിയോടെ ഇതെന്ത് വരവാ, ചോദിക്കാതെയും പറയാതെയുമുള്ള ഒരു കടന്നു വരവ്, ഇവിടെ ഒരു മര്യാദയൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പൊ ജിയാങ്ഷി നീ എന്തിനാണ് എപ്പോഴും എന്നോട് ഇത്ര ദേഷ്യപ്പെടുന്നത്? പക്ഷെ അവള് പറയുന്നതൊന്നും അവൻ മര്യാദക്കൊന്നും കേൾക്കാതെ അവളോട് നീ ആദ്യം ഇവിടുന്ന് പോകാൻ നോക്കെന്ന് പറയും. അപ്പൊ അവളെ ഞാൻ നിന്നെ കാണാൻ വന്നതൊന്നുമല്ല, എന്റെ അച്ഛൻ തന്ന ഫയലുകൾ നിനക്ക് തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നതെന്ന് അവൾ പറയുന്നു. പിന്നെ ആ കാര്യത്തെക്കുറിച്ച് അവർ രണ്ടുപേരും ചർച്ചകൾ ഉണ്ടാക്കുന്നു. വീണ്ടും അവൻ ദേഷ്യപ്പെടാൻ നിൽക്കവേ യുവി ടേബിളിനിടയിൽ നിന്നും ഗുഷന്റെ കാലിനെ പിച്ചിയിട്ട് വേണ്ട എന്ന മട്ടിൽ തലയാട്ടുന്നു. പിന്നെ അവൻ കാമായിട്ട് ഓക്കെ നീ ആ ഫയൽസ് എല്ലാം ഇവിടെ വെച്ചിട്ട് പോകാൻ നോക്ക്. പക്ഷെ അവൾ പോകാതെ അച്ഛൻ നിന്റെ കൂടെ നിന്ന് ബിസിനസ് പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു, അതിനാൽ നീ ഇതിൽ സൈൻ ചെയ്തതിന് ശേഷമേ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് അവൾ പറയുന്നു. ഈ ഫയൽസിലെല്ലാം ഞാൻ തന്നെ സൈൻ ചെയ്തിട്ട് ഞാൻ തന്നെ ജിക്ക് പേഴ്സണലായിട്ട് എത്തിക്കാമെന്ന് അവന് പറയുന്നു. അപ്പൊ അവള് ഓ നീ എന്നെ മനഃപൂർവ്വം പുറത്താക്കുവാണല്ലേ, നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര ദിവസമായി ഞാൻ ഇവിടെ ഒരിക്കൽ പോലും നമ്മൾ തമ്മിൽ ഒരുമിച്ച് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ജിയാങ്ഷി അവൾ കൊണ്ടുവന്ന ഫുഡ് എടുത്ത് ടേബിളിൽ വെക്കും. ശേഷം ഇരുവരും ഒരുമിച്ച് ഫുഡ് അടിക്കും. ഇത് കണ്ടിട്ട് യുവിക്ക് തീരെ പിടിക്കുന്നില്ല. വാസ്തവത്തിൽ ജിയാങ്ഷിയും ഗുഷനും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. യുവി ആകെ ഡെസ്പായിട്ട് നീ അവളുടെ കൂടെ കഴിക്കണിൽ, പിന്നെ ഞാനിവിടെ എന്തിനാ, ഞങ്ങൾ അമ്മയും മക്കളും ഒരു ജോലിയും ഇല്ലാതെയാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ യുവി ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. തുടർന്ന് ജിയാങ്ഷി അല്ല ഈ ടേബിളിൽ എന്താ വേറെ 2 ലഞ്ച് ബോക്സ്, രണ്ടാമത്തെ ബോക്സ് എനിക്കാണോ, നിങ്ങൾ വീട്ടിൽ നിന്നും കൊണ്ടുവരാറില്ലല്ലോ, ഇപ്പൊ ഇതെന്ത് പറ്റി എന്നൊക്കെ ജിയാങ്ഷി ചോദിക്കും. യുവി ഇവിടെ ടേബിളിനടിയിൽ നിന്ന് അത് എന്റേതാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ പിറുപിറുക്കുന്നുണ്ട്. അതിനിടയിൽ അവളുടെ തല ടേബിളിൽ ഇടിക്കും. വേദന കാരണം അവൾ ശബ്ദമുണ്ടാക്കവേ ജിയാങ്ഷി ചോദിക്കും അല്ല അതെന്തിന്റെ ശബ്ദമാ. വേഗം ഗുഷൻ ചേർന്നിക്കിയിട്ട് അവൾ കാണാതെ ഹേ അതൊന്നുമില്ലെന്ന് പറഞ്ഞ് യുവിയുടെ തല തടവി കൊടുക്കും. പിന്നെ ജിയാങ്ഷി ഇതിനു മുന്നേ ഒന്നും ഞാൻ നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പോൾ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്നേ. ഇതൊക്കെ കേട്ട് ഗുഷന് നല്ല ദേഷ്യം വരും. നീ ഇതെന്തൊക്കെയായി സംസാരിക്കുന്നേ, നീ എന്റെ ജോലിക്കാരിയാണെന്നും ഞാൻ നിന്റെ ബോസ് ആണെന്നുമുള്ള കാര്യം നീ മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ഡോക്യുമെന്റ്സുകളിൽ സൈൻ ചെയ്യുന്നു. തുടർന്ന് അവൾ അതും കൊണ്ട് സങ്കടത്തോടെ അവിടുന്ന് പോകുന്നു. പിന്നെ അവൻ യുവിയെ പുറത്തെടുത്തിട്ട് നിനക്ക് തലയിൽ പരിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അവളുടെ മുഖം ആകെ അസൂയയും കുശുമ്പും ദേഷ്യവും എല്ലാം നിറഞ്ഞ മട്ടിലായിരുന്നു. ഗുഷൻ അവളെ നോക്കിയിട്ട് അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നിട്ട് അവളെ ഇവിടെ ഇരുത്തിയിട്ട് അവളുടെ തലയിൽ മുറിവ് പുരട്ടാൻ തുടങ്ങുന്നു. പക്ഷെ അവൾ ദേഷ്യത്തോടെ അതൊക്കെ മാറി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല വേദന ഒന്നുമില്ല എന്ന് പറയുന്നു. പക്ഷെ അവനത് മൈൻഡാക്കാതെ അവളുടെ തലയിൽ പുരട്ടുന്നു. അപ്പോഴും അവൾ മനസ്സിൽ പറയുന്നത് ഗുഷൻ ഞാൻ നിങ്ങളുടെ മകളുടെ അമ്മയായതുകൊണ്ടാണോ നിങ്ങൾ എന്നെ നിങ്ങളുടെ ഭാര്യയായി കണക്കാക്കുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ അവൻ മരുന്നൊക്കെ പുരട്ടിയതിനു ശേഷം അവളുടെ കയ്യിൽ പിടിച്ചിട്ട് നീ നല്ലൊരു പെണ്ണാണെന്ന് സ്നേഹത്തോടെ പറയുന്നു. പിന്നെ ഞാനും ജിയാങ്ഷിയും തമ്മിൽ ഒന്നുമില്ലെന്നും അവളുടെ അച്ഛൻ ജി ഫാമിലിയിലെ ഒരു ഫാമിലി ഫ്രണ്ട് ആണെന്നും അതിനാലാണ് ഞാൻ അവളെ ഇവിടെ ജോലിക്ക് നിർത്തിയതെന്നും പറയുന്നു. ഞാൻ അവൾക്ക് ഒരു ഹെൽപ്പ് മാത്രമാണ് ചെയ്തത്, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അവളെ ഇവിടെ നിന്നും ട്രാൻസ്ഫർ ചെയ്തോളാം. ഹേ അതൊന്നും വേണ്ട, നീ എനിക്ക് വേണ്ടി ഇത്രയൊന്നും ചെയ്യേണ്ടതില്ല, ഇങ്ങനെ ചെയ്താൽ നിനക്കും ജി ഫാമിലിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് കുടുംബ ബന്ധങ്ങൾ തകരാൻ കാരണമാകും, അത് നിനക്കൊരിക്കലും താങ്ങാൻ കഴിയില്ലെന്ന് യുവി പറയുമ്പോൾ ഗുഷൻ അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചിട്ട് ഓക്കെ നമ്മുടെ ബന്ധത്തെക്കുറിച്ച് നമുക്ക് പബ്ലിക്കായി പറയാം, നീ എന്റെ പെണ്ണാണെന്ന്, നമുക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ ഫോൺ എടുത്തിട്ട് ഇനി മുതൽ ഞാൻ മിസ്റ്റർ ഗു ആണെന്നും ഞാൻ വിവാഹിതനാണെന്നും എനിക്കൊരു ഭാര്യയുണ്ടെന്നും അവൻ ഗ്രൂപ്പിൽ ഒരു വോയിസ് മെയിൽ അയക്കുന്നു. ഉടനെ യുവി അവനെ കെട്ടിപ്പിടിച്ചിട്ട് കിസ് ചെയ്യുന്നു. അവന് വോയിസ് കട്ടാക്കാതെ അതിൽ അലിഞ്ഞു ചേർന്ന് കൺട്രോൾ ഇല്ലാതെ തുടരുന്നു. അവൻ വിടാതായപ്പോൾ അവൾ മതി എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് അവനെ തട്ടിമാറ്റി അവിടുന്ന് പോകുന്നു. എന്നിരുന്നാലും ഗുഷൻ വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ അങ്ങോട്ട് സെക്രട്ടറി വരികയും ഗുഷൻ സെക്രട്ടറിയോട് യുവിക്ക് ഏതൊക്കെ തരത്തിലുള്ള സ്വീറ്റാണ് ഇഷ്ടമെന്ന് കണ്ടെത്തി അത് അവൾക്ക് അയക്കാൻ പറയുന്നു. കൂടാതെ ഒരു കാര്യം കൂടെ കമ്പനിയിലെ എല്ലാവർക്കും കൂടെ വാങ്ങിച്ചു എന്ന് പറയും. യുവി ഞങ്ങളുടെ
നിങ്ങളുടെ റിലേഷൻ പബ്ലിക്കാക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ തീരുമാനത്തെ മാനിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ സെക്രട്ടറി, ബോസ്, അവൾ നിങ്ങളുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടാകില്ല, നിങ്ങളുടെ പേര് ഉപയോഗിക്കാൻ അവൾക്ക് താല്പര്യമുണ്ടാകില്ല, അവളൊരു സിമ്പിൾ ലൈഫ് ആയിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക, അവളൊരു സിഇഒയുടെ ഭാര്യയാണെന്ന് എല്ലാവരും അറിഞ്ഞാൽ എല്ലാവരും അവളെ ഒരു ബോസിനെ പോലെ ട്രീറ്റ് ചെയ്യും, അവളൊരു സിമ്പിൾ എംപ്ലോയി ആവാനാണ് ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം അവളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഗുഷൻ, നീയാളും മിടുക്കൻ തന്നെ, നിന്റെ ബ്രെയിൻ അപാരം തന്നെ, നീ നല്ല സ്മാർട്ടാണെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സെക്രട്ടറി ആയതെന്ന് പറഞ്ഞ് അവൻ സ്വയം പുകഴ്ത്തി. ശേഷം എത്രയും പെട്ടെന്ന് ഡ്രിങ്ക്സും സ്വീറ്റ്സും അവിടെ എത്തിക്കാൻ പറഞ്ഞ് അവനെ പറഞ്ഞയക്കുന്നു. പിന്നെ ഇവിടെ ജിയാങ് ആകെ സങ്കടപ്പെട്ട് കരയുവാണ്. യുവി എന്ത് പറ്റി, എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അന്ന പറയും, അത് അവൾക്ക് ഇവിടെ നിന്നും മറ്റൊരിടത്തേക്കും ട്രാൻസ്ഫർ ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൾ സങ്കടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ യുവി ഒന്നും അറിയാത്ത പോലെ, ആണോ, നിന്റെ സ്ഥലം മാറ്റിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അന്ന യുവിയെ നോക്കിയിട്ട്, അല്ല, നിന്റെ ലിപ്പെന്താ ഇങ്ങനെ വീർത്തിരിക്കുന്നേ, നീ എപ്പോഴും എരിവ് കൂടുതലുള്ള ഫുഡ് കഴിച്ചിട്ടാണ് ഇങ്ങനെ എന്ന് പറയും. അപ്പൊ യുവി ഗുഷനെ ഓർത്തുകൊണ്ട്, അതെ, ഞാൻ കുറച്ച് എരിവുള്ള ഫുഡ് കഴിച്ചു, അതാണെന്ന് പറയും. പിന്നെ സെക്രട്ടറി എല്ലാ എംപ്ലോയീസിനും ധാരാളം സ്വീറ്റ്സും കപ്പ് കേക്കുകളും കൊണ്ടുവരുന്നു. പിന്നെ സെക്രട്ടറി പറയും, മിസ്റ്റർ ഗു, നിങ്ങളെ എല്ലാവരെയും ആഫ്റ്റർനൂണിന് ശേഷം ടീക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ക്ലാപ്പ് അടിക്കുന്നു. അന്ന പറയും, മിസ്റ്റർ ഗു എത്ര നല്ലവനാണെന്ന്. അപ്പോൾ ജിയാങ്ഷി പറയുന്നു, ഇതെല്ലാം എനിക്ക് വേണ്ടിയുള്ളതാണെന്ന്, കാരണം ഞാൻ നല്ല ദേഷ്യത്തിലാണെന്ന് ഗുവിനറിയാം, അതുകൊണ്ടാണ് ഇതെല്ലാം എന്ന് പറയും. പിന്നെ അവള്, എനിക്കും വേണം ഒന്ന്, ഇവിടെ തരൂ എന്ന് പറയും. പിന്നെ സെക്രട്ടറി ഒരു സ്പെഷ്യൽ പ്ലേറ്റ് എടുത്തിട്ട് യുവിക്ക് കൊടുക്കുന്നുണ്ട്. ബോസ് നിങ്ങൾക്കായി സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ചെയ്തതാണെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. അങ്ങനെ അന്ന വന്ന് യുവിയുടെ പ്ലേറ്റിലേക്ക് നോക്കിയിട്ട്, നിന്റേതിൽ എന്താ ഇത്ര എക്സ്ട്രാ സ്വീറ്റ്സ്, ഞങ്ങളുടേതിൽ നിന്നും വ്യത്യസ്തമാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. എനിക്കറിയില്ലടാ, ഞാനിത് യാദൃശികമായി എടുത്തതാണെന്ന് അവൾ പറയുന്നു. പിന്നെ ജിയാങ്ഷി വന്നിട്ട് എല്ലാവരോടും, ഇതെല്ലാം ഗുഷം എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തതാണ്, ഞാനിവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും കഴിക്കാനേ കിട്ടുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ യുവി, തീർച്ചയായിട്ടും നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇത് കിട്ടുമായിരുന്നില്ല, ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് അന്നയും യുവിയും തമ്മിൽ സന്തോഷത്തോടെ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങുന്നു. ഇതെല്ലാം ഗുഷൻ ഇവിടെ നിന്ന് ഹാപ്പിയായിട്ട് അവളെ മറഞ്ഞു നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗുഷൻ യുവിയെ കൊണ്ടുപോകാനായിട്ട് വരുവാണ്. അവിടെ വലിയ കാർ കണ്ടിട്ട് ജിയാങ്ഷി എല്ലാവരോടും, നിങ്ങൾ ഇത് കണ്ടോ, അവൾ ഏതോ ഒരു ഓൾഡ് മാനെ പറ്റിച്ച് വലയിൽ വീഴ്ത്തിയിട്ടുണ്ട്, അതായിരിക്കാം, അല്ലാതെ ഈ പിച്ചക്കാരെയൊക്കെ ആര് നോക്കാനാ എന്ന് പറഞ്ഞ് യുവിയെ തള്ളി മാറ്റി ജിയാങ്ഷി കാറിന്റെ അടുത്തോട്ട് പോയി ഡോറ് തുറക്കുന്നു. അതിനകത്ത് ഗുഷനെ കണ്ട് അവൾ ആകെ ഷോക്കായി. നിങ്ങൾ ഇതെങ്ങനെ ഇവിടെ വന്നേ, അല്ല മിസ്റ്റർ ഗു, ഈ പിച്ചക്കാരി പെണ്ണ് നിങ്ങൾ അവളുടെ വലയിൽ വീഴ്ത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗുഷൻ ദേഷ്യത്തോടെ, സൂക്ഷിച്ച് സംസാരിക്കണം, ജി ഫാമിലിയുടെ പേരിൽ ഞാൻ നിന്നോട് വീണ്ടും വീണ്ടും ക്ഷമിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? എന്നാലും ആകെ പേനിക്കായി ജിയാങ്ഷി അവളൊരു കുഞ്ഞിന്റെ അമ്മയാണെന്നും അവൾ ഇതിനകം ഒരു തള്ളച്ചിയായെന്നും അവൾക്കൊരു യാചകനായ ഭർത്താവുണ്ടെന്നും പറയുന്നു. അവളുടെ ഈ രൂക്ഷമായ സംസാരങ്ങൾ കേട്ടിട്ട് ഒട്ടും സഹിക്കാനാവാതെ ഗുഷൻ അവളുടെ അച്ഛൻ മിസ്റ്റർ ജിയെ വിളിച്ചിട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അവളെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യും. ഉടനെ അവളുടെ അച്ഛൻ വിളിച്ചിട്ട് അവളോട് വേഗം വീട്ടിലേക്ക് വരാനായിട്ട് പറയും. തുടർന്ന് സെക്യൂരിറ്റി അവളെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. പിന്നെ മിസ്റ്റർ ഗുഷൻ മറ്റു എംപ്ലോയീസിനോട്, ഞാൻ യുവിയെ കണ്ടപ്പോൾ ഒന്ന് സംസാരിക്കാനായിട്ട് വന്നതാണ്, യഥാർത്ഥത്തിൽ എനിക്ക് അവളോട് കുട്ടികളുടെ കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്, കാരണം എന്റെ കുഞ്ഞിനെ ഞാൻ ഒറ്റക്കാണ് വളർത്തുന്നത്, അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാമെന്ന് ഓഫർ ചെയ്തിരുന്നു, ഇനി മേലാൽ ഇതിനെക്കുറിച്ച് കമ്പനിയിൽ ഒരു ഗോസിപ്പും ഉണ്ടാകരുതെന്ന് മിസ്റ്റർ ഗുഷൻ എല്ലാവരോടും പറയുന്നു. ഇത് കേട്ട് യുവി, അതൊന്നും കുഴപ്പമില്ല മിസ്റ്റർ ഗുഷൻ, നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾ സെക്രട്ടറിയോട് പറയൂ, അതിനുള്ള മറുപടി ഞാൻ അവന്റെ അടുത്ത് കൊടുത്തുവിടാമെന്ന് പറഞ്ഞ് അവൾ കുഷ്യനോട് ബൈ പറയുന്നു. അപ്പോ അവൻ പറയുന്നു, പക്ഷെ ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തു തരാമെന്ന് ഓഫർ ചെയ്തതല്ലേ. അപ്പോ അവൾക്ക് കയറണമെന്നൊക്കെ ഉണ്ടെങ്കിലും അവൾ പിറകോട്ട് നോക്കിയിട്ട് അവളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ നോക്കുന്നു. അന്നേരം അവള്, നിങ്ങൾ എല്ലാവരും കയറിക്കോ, എല്ലാവരെയും മിസ്റ്റർ ഗുഷൻ ഡ്രോപ്പ് ചെയ്തു തരുമെന്ന് പറഞ്ഞ് അവൾ എല്ലാവരെയും കാറിൽ കയറ്റുന്നു. അപ്പോഴും അന്ന പറയും, മിസ്റ്റർ ഗു എത്ര നല്ല ആളാണെന്ന്, പക്ഷെ ഇതൊന്നും ഗുഷന് അത്ര പിടിക്കുന്നില്ല കേട്ടോ. ഗുഷന്റെ മുഖം കണ്ടിട്ട് യുവി ആകെ പേടിച്ച് വേണ്ടായിരുന്നു എന്ന് കരുതിപ്പോയി. ഇനി എന്തായാലും എല്ലാവരും കയറിയില്ല, എത്തിച്ചല്ലേ പറ്റൂ എന്ന് വെച്ചിട്ട് ഗുഷൻ എല്ലാവരുടെ ലൊക്കേഷൻ ചോദിക്കുന്നു. അന്ന യുവിയോട്, നീ നിന്റേതും കൂടെ പറ എന്ന് പറയുന്നുണ്ട്. അവള് പറയുന്നു, എനിക്ക് റോൾ വില്ലയുടെ അടുത്തേക്കാണ് പോകേണ്ടത്, ഞാൻ അവിടെയാണ് ജോലി ചെയ്തതെന്ന് പറയും. ഇത് കേട്ട അന്ന, നീ എന്തൊരു പാവമാണ്, ഈ ജോലി കഴിഞ്ഞിട്ട് ഇനി വീണ്ടും വേറൊരു ജോലി ചെയ്തു എന്തിനാ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നേ? ഇത് കേട്ട് ഗുഷൻ, ആണോ നിങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്? ഞാനും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോ അന്ന, നിങ്ങൾ രണ്ടാളും അയൽവാസികളാണോ? അപ്പോൾ അവർ രണ്ടുപേരും ഒന്ന് ചിരിക്കും. പിന്നെ അവൻ എല്ലാവരെയും ഓരോരുത്തരായിട്ട് അവരെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് വിടുന്നു. അപ്പോഴേക്കും ഇവിടെ യുവി ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾ ആടി ആടി ഉറങ്ങുമായിരുന്നു. ഗുഷൻ അവളെ ചേർത്ത് പിടിച്ചിട്ട്, നിനക്ക് എന്നെ പേടിയാണോ? നമ്മുടെ റിലേഷന് ഒരു പേര് പോലും നൽകാൻ നീ ആഗ്രഹിക്കുന്നില്ലല്ലോ, എന്തുകൊണ്ടാണത്? പിന്നെ അവൻ അവളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ബെഡിൽ കിടത്തിയിട്ട് അവളെ ഉറങ്ങാൻ വിടുന്നു. പിറ്റേന്ന് രാവിലെ വീട്ടിലെ എല്ലാവരും എണീക്കുമ്പോൾ എല്ലാവരും ആംഗ്യങ്ങളിലൂടെ ആയിരിക്കും സംസാരിക്കുന്നത്. കാരണം യാവ ഉറങ്ങുവാണ്. സംസാരിക്കുന്നവരെയൊക്കെ അമ്മ മിണ്ടരുതെന്ന് പറഞ്ഞ്
പറഞ്ഞ് അടക്കി നിർത്തുന്നുണ്ട്. അപ്പോ അവിടെ നേരത്തെ തന്നെ എണീറ്റ് യുവിയെ കണ്ടിട്ട് ഗുഷൻ, നീ എന്തിനാ എത്ര നേരത്തെ തന്നെ എണീറ്റ്? ഞാൻ നിന്നോട് ധാരാളം ഉറങ്ങാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയൽ എടുത്ത് പിടിച്ചു വെക്കും. അപ്പോ അവള്, ഞാൻ എന്റെ എക്കണോമിക് റിപ്പോർട്ട് തയ്യാറാക്കുവാണ്, കമ്പനിയിൽ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, ഞാൻ അതിനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് പറയുന്നു. പിന്നെ അവൾ അമ്മയോട്, അമ്മേ, നിങ്ങളുടെ മരുമകളുടെ മുതലാളിയുടെ അടുത്ത് ഒരുപാട് തെറ്റുകളുണ്ട്, അതെല്ലാം ഞാൻ കറക്റ്റ് ചെയ്യുവാണ്. അപ്പോ അമ്മ പറയും, നീ എന്റെ മരുമകളെ കൊണ്ട് ഇങ്ങനെയൊന്നും ജോലി ചെയ്യിപ്പിക്കലടാ എന്ന്. അപ്പോ അവൻ, അങ്ങനെയല്ല അമ്മ, എല്ലാം ഞാൻ സ്വന്തമായി ചെയ്യുന്നുണ്ടെന്ന് പറയും. ഓക്കെ, നീ നിന്നെ ജോലി ചെയ്യുന്ന പറഞ്ഞ് ശേഷം ഗുഷൻ സെക്രട്ടറിയെ വിളിച്ചിട്ട് എക്കണോമിക് മീറ്റിംഗ് വെക്കാൻ പറയും. ഇത് കേട്ട് എംപ്ലോയീസ് എല്ലാം ഷോക്കാകും. കാരണം ചെറിയ ചെറിയ നഷ്ടങ്ങളുടെ കാര്യത്തിലൊന്നും ഗുഷൻ അങ്ങനെ തലയിടാറില്ലെന്നും ഇങ്ങോട്ട് ഗുഷൻ വരാറില്ലെന്നും ജിയാങ്ഷി പറയും. പിന്നെ ഗുഷൻ വന്ന് എല്ലാവരുടെയും എക്കണോമിക് റിപ്പോർട്ട് ചെക്ക് ചെയ്യുന്നു. അതിൽ അവൻ യുവിയുടെ റിപ്പോർട്ടിൽ എല്ലാ തെറ്റുകളും തിരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം, അവൾ രാത്രി ഉറങ്ങിയപ്പോൾ ഗുഷൻ അവളുടെ എല്ലാ ജോലികളും തീർത്തിരുന്നു. പിന്നെ അവിടെ സ്പീച്ച് തുടങ്ങി. എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ടൈമായി. ഓരോരുത്തരായി കൈകൾ ഉയർത്തുന്നുണ്ട്. അപ്പോ അവൻ മനഃപൂർവ്വം യുവിയോട് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പോൾ ജിയാങ്ഷി അവളെ കളിയാക്കിക്കൊണ്ട് അതിനൊന്നും അവൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ലെന്ന് പറയുന്നു. അവളുടെ അവസ്ഥ അവൾക്കറിയാമെന്ന് പറയുന്നു. പക്ഷെ അവൾ എല്ലാവരുടെയും മുന്നിൽ നല്ല വെടിപ്പായി ആൻസർ പറയുന്നു. യുവിയുടെ ആൻസർ കേട്ട് എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ജിയാങ്ഷി നല്ലോണം അസൂയപ്പെടുകയും യുവിയുടെ വസ്ത്രങ്ങൾ ആടിമുടി നോക്കിയിട്ട്, നോക്കൂ, നിങ്ങളുടെ ടോപ്പിന്റെ ഇരുവശത്തും മിൽക്കിന്റെ പാടുകളുണ്ട്. ഇത് കണ്ട് എല്ലാവരും യുവിയെ നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഒരു ഡെലിവറി കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ മ്ലേച്ഛമായി ഇരിക്കേണ്ട ഒരു കാര്യവുമില്ല, നിങ്ങൾക്ക് അവിടെ കുട്ടിയെ നോക്കി ഇരുന്നാ പോരെ എന്നൊക്കെ പറഞ്ഞ് അവളെ വിമർശിക്കും. ഇതിനകം അവളുടെ വസ്ത്രങ്ങൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ ആക്കിയുള്ള സംസാരങ്ങളൊന്നും ഒട്ടും സഹിക്കാൻ വയ്യാതെ ഗുഷൻ ഓടി വന്ന് അവനെ കോട്ടൂരി അവളെ കോട്ടുകൊണ്ട് മൂടുകയും എല്ലാവരോടും മിണ്ടാതിരിക്കാൻ ഉച്ചത്തിൽ പറയുകയും ചെയ്തു. പിന്നെ അവൻ യുവിയെ കയ്യിലെടുത്തിട്ട്, ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അവരെ കമ്പനിയിൽ നിന്നും പുറത്താക്കുമെന്ന് പറയുന്നു. ഇത് കേട്ട് എല്ലാവരും അവന്റെ കാലിൽ വീണ് ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്നാലും അവൻ അവരെ ജോലിയിൽ നിന്നും പുറത്താക്കുന്നു. അവൻ യുവിയെയും എടുത്ത് പോകുമ്പോൾ ജിയാങ്ഷി വന്ന് തടയുന്നുണ്ട്. പക്ഷെ അവൻ അവളെയും തള്ളി താഴേക്കിട്ട് കമ്പനിയിൽ നിന്നും പുറത്താക്കുന്നു. അവളൊരു അമ്മയാണ്, ഒരു അമ്മ എന്ന രീതിയിൽ ഇവളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരെയും അവൻ പുറത്താക്കുന്നു. ഇത് കഴിഞ്ഞ് വേറെ ഏത് കമ്പനിയാണ് നിങ്ങളെ നിയമിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ, അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചവരാണ് നിങ്ങളെ. തുടർന്ന് അങ്ങോട്ട് സെക്രട്ടറി പുതിയ ഡ്രസ്സ് കൊണ്ടുവരുന്നു. പിന്നെ അവൻ അവളോട്, ഫീഡിങ് ഏതൊരു അമ്മക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്കറിയാം, അത് നിങ്ങളുടെ തെറ്റല്ല എന്ന് പറഞ്ഞ് അവളോട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറയുന്നു. പക്ഷെ അവളെ, ഞാൻ കാരണം നിങ്ങൾ അവരുടെ മുമ്പിലൊക്കെ നാണം കെട്ടില്ലേ എന്നവള് പറയുമ്പോൾ, വുമൻസിനെ ബഹുമാനിക്കാൻ അറിയാത്ത അത്തരം എംപ്ലോയീസിനെ നിയമിച്ചതാണ് എന്റെ തെറ്റെന്ന് അവൻ പറയുന്നു. പിന്നെ ഗുഷൻ വന്നിട്ട് അവളെ സപ്പോർട്ട് ചെയ്തവരോടൊക്കെ ഇന്നു മുതൽ കമ്പനിയിൽ പ്രഗ്നന്റ് വുമൻസിനെല്ലാം ഒരു പ്രത്യേക റൂം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നു. അവർക്ക് ക്ഷീണം വരുമ്പോഴൊക്കെ അവിടെ വിശ്രമിക്കാം. പിന്നെ എല്ലാ അമ്മമാർക്കും അവരുടെ 3 വയസ്സ് വരെയുള്ള കുട്ടികളെയൊക്കെ കമ്പനിയിലേക്ക് കൊണ്ടുവരാം. കമ്പനി അവർക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുമെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് എല്ലാവരും കൈയടിച്ച് താങ്ക് യു മിസ്റ്റർ ഗുഷൻ എന്ന് പറയുന്നു. അപ്പോ അവൻ, ഇത് ഫുൾ എന്റെ ഐഡിയ ഒന്നുമല്ല, ഇത് യുവിന്റേതാണെന്ന് അവൻ പറയുന്നു. തീർച്ചയായും ഉടനെ തന്നെ കമ്പനി അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമെന്ന് അവൻ പറയുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോ അവൻ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യുവി വരും. അപ്പൊ ഗുഷൻ, നോക്കുമോളെ, അതാ നിന്റെ മമ്മി വരുന്നു, അവളെ ലാളിച്ചിട്ട് പറയും. പിന്നെ യുവി അടുത്തോട്ട് വന്നിട്ട് യാവോനോട് ഗുഷിനെ പപ്പാന്ന് വിളിക്കാൻ പറയും. യാവ അവളുടെ കുഞ്ഞു ശബ്ദത്തിൽ അവനെ പപ്പാന്ന് വിളിക്കുന്നു. ഇത് കേട്ട് അവന് വളരെ സന്തോഷിക്കുന്നുണ്ട്. അവനക്ക് അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളെന്നെ പപ്പാന്ന് വിളിച്ചോ എന്ന് അവൻ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. യുവിയും ആകെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. പിന്നെ കുഞ്ഞ് വീണ്ടും അവനെ പപ്പാന്ന് വിളിക്കുന്നു. അവൻ സന്തോഷത്തോടെ യുവിയെയും യാവോനെയും ചുംബിക്കുന്നു. അപ്പോഴും യുവി കരുതുന്നത് ഇതെല്ലാം കുഞ്ഞ് കാരണമെന്നാണ്. അവന്റെ ഈ സന്തോഷവും അവളെ കിസ് ചെയ്തതുമെല്ലാം യാവോനോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണ് അവൾ കരുതുന്നത്. പിന്നെ ഗുഷൻ അവിടെ കുഞ്ഞിനോടൊപ്പം കളിക്കുവാണ്. അന്നേരം അങ്ങോട്ട് അച്ഛനും അമ്മയും കടന്നു വരുന്നു. ഗുഷൻ സന്തോഷത്തോടെ അവരോട്, അച്ഛ, അമ്മേ, യാവോ എന്നെ പപ്പ എന്ന് വിളിച്ചെന്ന് പറയും. ഇത് കേട്ട് അവരും, മോളെ, ഞങ്ങളെ മുത്തശ്ശിനെ വിളിച്ചേ എന്ന് സന്തോഷത്തോടെ പറയും. ഇതൊക്കെ കണ്ട് യുവി എന്റെ മകൾ എത്ര ഭാഗ്യവതിയാണെന്ന് കരുതുന്നു. അവളെ ഇത്രയും അധികം സ്നേഹിക്കുന്ന ഒരു ഫാമിലിയുണ്ട്. പിന്നെ യുവി, അയ്യോ, യാവ കരയുന്നുണ്ടല്ലോ, അവളുടെ ഡൈപ്പർ മാറ്റാൻ സമയമായി, അതാണ് അവൾ കരയുന്നത്, ഇങ്ങ് തന്നെ ഞാൻ മാറ്റിക്കൊള്ളാമെന്ന് പറയുമ്പോൾ അമ്മ പറയും, നീ ഒന്ന് മാറി നിൽക്കുക, അതൊക്കെ ഗുഷൻ ചേഞ്ച് ചെയ്തോളും, ഒരു ഡാഡിയുടെ ഉത്തരവാദിത്തങ്ങൾ അവനും നിറവേറ്റട്ടെ. അപ്പോൾ അവൻ പറയും, നിങ്ങൾ ആരും വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം, ഇതുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോസുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ ഗമയോടെ മാറ്റാൻ പോകവേ യാവ അവന്റെ മുഖത്ത് യൂറിൻ പാസ് ചെയ്യും. ഇത് കണ്ട് അമ്മയും അച്ഛനും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. യുവി അവളെ എടുത്തിട്ട്, നിനക്കിപ്പോ നല്ല വികൃതി കൂടുന്നുണ്ട്, നിന്റെ അച്ഛനെ
ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്നൊക്കെ പറയുമ്പോൾ ഗുഷൻ കുളി കഴിഞ്ഞു വരുന്നു. എന്നിട്ട് അവളോട് നീ എന്റെ മകളെ ശകാരിക്കരുത്, എന്നിട്ട് സന്തോഷത്തോടെ യാവോ നീ നിന്റെ അച്ഛന്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് അവളെ എടുക്കുന്നു. അവൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് അവൻ യുവിയോട് പറയുന്നു. അപ്പൊ യുവി നിങ്ങൾ ഇങ്ങനെയൊക്കെ കൊഞ്ചി ചിലാളിച്ച് വഷളാക്കിയാൽ അവൾ ചീത്തയാകുമെന്ന് പറയും. അപ്പോ അവൻ അതിനിപ്പോ എന്താ, അവളെ നല്ല രീതിയിൽ നോക്കാനും വളർത്താനും എന്റെ വൈഫി അതായത് നീയില്ലേ അതിന് മിടുക്കിയല്ലേ എന്നൊക്കെ പറയും. ഇത് കേട്ട് അവളൊന്ന് നാണിക്കും. എന്നിട്ട് അവളെ എന്നെ അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകും. പിന്നെ അമ്മ യുവിക്ക് ഒരു അടിപൊളി ഡ്രസ്സ് കൊടുത്തിട്ട് പറയും നീ ഇന്ന് എന്റെ സ്ഥാനത്ത് നിന്ന് ഗൂ ഫാമിലിയുടെ പ്രോഗ്രാമിന് പോകണമെന്ന്. അപ്പോ അവള് അമ്മ നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ചിലപ്പോൾ നിങ്ങളെയെല്ലാം നാണം കെടുത്തിയാലോ. അപ്പോ ഗുഷൻ ഇല്ല, തീർച്ചയായും ഇല്ല, ഇത് ഗൂ ഫാമിലിയുടെ പാർട്ടിയാണ്, നിങ്ങളാണ് അതിന്റെ ഓണർ, അവരെല്ലാം നിങ്ങളുടെ അതിഥികൾ മാത്രമാണ്. പിന്നെ അമ്മ നീ ഒന്ന് റിലാക്സ് ചെയ്യ് യാവോനെ, ഞാൻ നോക്കിക്കോളാം, നീ പോകാൻ നോക്കെന്ന് പറഞ്ഞ് അവളെ അവിടുന്ന് പറഞ്ഞു വിടും. പിന്നെ അമ്മ ഗുഷനോട് നിന്റെയും യുവിയുടെയും റിലേഷനെ കുറിച്ച് അവൾ എന്താണ് പറയുന്നത്. അപ്പോ അവൻ അമ്മ യുവിക്ക് എന്നെ മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് ടൈം കൊടുക്കണം, അവൾക്ക് എന്തൊക്കെയോ ഇൻസെക്യൂർ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ ഡോൺ വെറി അവളെ കുറിച്ചുള്ള എല്ലാം എനിക്ക് നന്നായി മനസ്സിലായി, അവൾ വളരെ വേഗം തന്നെ എന്റെ പ്രണയം സ്വീകരിക്കും എന്ന് പറയുമ്പോൾ യുവി അമ്മ കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ലുക്കിൽ വരുവാണ്. അവൻ അവളെ ഇത്ര ലുക്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. പിന്നെ യുവി സങ്കടത്തോടെ പറയും ഡെലിവറിക്ക് ശേഷം എന്റെ ഫിഗർ എല്ലാം പോയിട്ടുണ്ട്, ഈ ഡ്രസ്സ് എനിക്കൊട്ടും ചേരുന്നില്ലെന്ന് പറയവേ അമ്മ പറയും ആര് പറഞ്ഞു, നീ ഈ ഡ്രസ്സിൽ വളരെ സുന്ദരിയായിട്ടുണ്ട്. കൂടെ ഗുഷനും അതെ നീ ഈ ഡ്രസ്സിൽ വളരെ സുന്ദരിയാണ്, നോക്ക് യാവോ വളരെ നിന്നെ അത്ഭുതത്തോടെയാണ് നോക്കുന്നത്, എന്റെ മകളൊരിക്കലും കള്ളം പറയില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും യുവിക്ക് പാർട്ടിക്ക് പോകാനുള്ള വളരെയധികം ആത്മവിശ്വാസം നൽകുന്നു. അങ്ങനെ അവള് ഓക്കെ ശരി, ഞാൻ ആരെയും നിരാശപ്പെടുത്തുന്നില്ല, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പാർട്ടിക്ക് പോകാമെന്ന് സന്തോഷത്തോടെ പറയുന്നു. ഇത് കേട്ട് അവർക്കും സന്തോഷമാകുന്നു. അങ്ങനെ യുവി ഫാമിലി മീറ്റിംഗിന് പോകുന്നു. ഗുഷനാണെങ്കിൽ എന്തോ ഒരു അർജന്റ് മീറ്റിംഗിന് പോകാനുണ്ട്. പിന്നെ അവൻ അവളോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നോട് പറയണം, അല്ലെ കോൾ ചെയ്യണം, ഞാനൊരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളെ കാണാൻ വരാമെന്ന് പറയും. അവള് ഓക്കെ ശരി എന്ന് പറയുന്നു. ശേഷം അവർ രണ്ടാളും കിസ് ചെയ്ത് ബൈ പറഞ്ഞു പോകുന്നു. പിന്നെ അവന് പോകാൻ നേരവും അവളോട് നീ അവരുടെ മാസ്റ്റർ ആണെന്നും അവരെല്ലാം നിന്റെ അതിഥികളാണെന്നും നീ മറക്കരുതെന്ന് പറയും. അവൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പോകുന്നു. പക്ഷെ ഈ ഫാമിലി മീറ്റിംഗുള്ള എല്ലാവരും യുവയെ കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുവായിരുന്നു. എന്റെ മകളെയായിരുന്നു ഞാൻ ഗുഷന്റെ ഭാര്യയാക്കാൻ ആഗ്രഹിച്ചിരുന്നത്, അപ്പോഴേക്കും അവനൊരു കുഞ്ഞുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചു, അവൾ വളരെ ചീപ്പാണ്, അവൾ കുട്ടിയെ മുതലെടുത്തിട്ട് ഗുഷൻ അവളുടെ വലയിൽ വീഴ്ത്തിയതാണ് എന്നൊക്കെ അവർ യുവയെ കുറിച്ച് മോശമായി സംസാരിക്കുന്നു. പിന്നെ അവളെ ഒരു പാഠം പഠിപ്പിക്കണമെന്നും അവർ സംസാരിക്കുന്നു. അതിപ്പോ ചൈന ആയാലും ഇന്ത്യ ആയാലും നമ്മുടെ ഈ ബന്ധുക്കൾ നമ്മുടെ പിന്നിൽ നിന്ന് മോശമായി സംസാരിക്കുന്ന ശീലം ഒരിക്കലും അവസാനിക്കില്ല. അങ്ങനെ യുവി എല്ലാവരോടും ഹായ് പറഞ്ഞ് അകത്തോട്ട് കയറി വരും. ഇവളെ കണ്ട് എല്ലാവരും നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്, മിസ് ഗു അല്ലേ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നത്. അപ്പോൾ അവള് അമ്മ തിരക്കിലാണെന്നും അതുകൊണ്ടാണ് എന്നെ അയച്ചതെന്നും പറയും. അപ്പോ അതിലുണ്ടായിരുന്ന ഒരു ലേഡി ഞങ്ങൾക്ക് നിന്നോടല്ല നിന്റെ അമ്മായിയമ്മയോടാണ് സംസാരിക്കേണ്ടത്, പിന്നെ ഈ ഫാമിലി മെമ്പേഴ്സ് അവിടെ ഒരുപാട് വൈൻ ബോട്ടിൽസ് ഓർഡർ ചെയ്യുന്നു, നീ കുടുംബത്തിന്റെ ഭാവി മരുമകളാണ് എങ്കിൽ ഞങ്ങളെ എല്ലാം ബഹുമാനിക്കേണ്ടി വരും, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് പോലെ എല്ലാവർക്കും വേണ്ടി നീ ഈ കുപ്പി കുടിക്കേണ്ടി വരും. ഇത് കേട്ട് അവളാകെ പേനിക്കായി ഫോൺ എടുക്കവേ അപ്പോഴേക്കും അവർ അവളുടെ ഫോൺ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കും. എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് അവൾ പറയുമ്പോഴും അവളെ കൊണ്ട് അവർ നിർബന്ധിച്ച് കുടിപ്പിക്കും. അങ്ങനെ അവൾ എല്ലാവരുടെയും അടുത്തേക്ക് പോയിട്ട് അത് കുടിക്കുന്നു. കുറഞ്ഞത് 10 കുപ്പികളെങ്കിലും അവൾ കുടിച്ചു തീർത്തിട്ടുണ്ട്. അതിനുശേഷം അവൾ ബോധം പോയി മഴങ്ങി വീഴാൻ തുടങ്ങുന്നു. അവൾ വേഗം പോയി ഒരു ചെയറിൽ ഇരിക്കാൻ നിൽക്കവേ ഒരു ആന്റി വന്നിട്ട് ചെയർ പുറകോട്ട് വലിക്കുന്നു. അവള് നേരെ ഊരയും കുത്തി താഴെ വീഴുന്നുണ്ട്. പിന്നെ അവള് അവിടുന്ന് കഷ്ടപ്പെട്ട് എണീക്കുമ്പോൾ ഒരു ദുഷ്ടനായ അങ്കിള് വന്നിട്ട് അവളുടെ തലയിൽ വൈൻ ഒഴിക്കുന്നു. എന്നിട്ട് ഞങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള യാതൊരു അർഹതയും നിനക്കില്ലെന്ന് അവളോട് പറയുന്നു. അവളാകെ ബോധമില്ലാതെ ക്ഷീണിച്ച് കിടക്കുവാണ്. മതി നിർത്തുന്നു പറഞ്ഞിട്ടൊന്നും അവർ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഞാനിതെല്ലാം ഗുഷനോട് പറയുമെന്ന് പറഞ്ഞ് അവൾ അവരെ പേടിപ്പിക്കുന്നുണ്ട്. അപ്പോ ഒരു ആന്റി വന്ന് അവളുടെ മുഖത്തടിച്ചിട്ട് അവളെ ശകാരിക്കുന്നു. ഞങ്ങളെയൊക്കെ പേടിപ്പിക്കാൻ നീ ആരാ, ഗുഷൻ ഒരിക്കലും നിന്നെ വിവാഹം കഴിക്കില്ല, ഗു ഫാമിലിയിലെ ഒരു സെർവന്റ് ആകാനുള്ള അർഹത പോലും നിനക്കില്ല എന്ന് പറഞ്ഞ് അവർ ഫുഡെല്ലാം ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവളുടെ കൈകൾ അവർ മുറുകെ പിടിച്ചിട്ട് അവളുടെ തല ടേബിളിൽ താത്തിയിട്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു. തുടർന്ന് ഗുഷൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് എത്തും. യുവിയെ പിടിച്ച് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും ദേഷ്യത്തോടെ ഉച്ചത്തിലെ എന്റെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടുന്ന് എത്ര ധൈര്യം, നിങ്ങൾക്ക് ആരാ ഇതിനൊക്കെ അനുമതി നൽകിയത് എന്ന് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഒരു ആന്റി വന്നിട്ട് ഗു ഫാമിലിയുടെ മരുമകളാകാൻ ഈ പെൺകുട്ടിക്ക് കഴിവില്ലെന്ന് പറയും. ഞങ്ങൾ എല്ലാവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാണ് ഗുഷൻ. ഉടനെ അവൻ എല്ലാവരോടും ഞാൻ ഗ്രാൻഡ്മയെ വിളിച്ചിട്ട് നിങ്ങളെ ഫാമിലിയിൽ നിന്നും പുറത്താക്കുമെന്ന് പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ഷോക്കായിട്ട്
അതിന് നിങ്ങൾക്ക് അതിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ പരാതിപ്പെടും. ഉടനെ തന്നെ അവൻ മുത്തശ്ശിയെ വിളിച്ചിട്ട് എല്ലാവരെയും ഗു ഫാമിലിയിൽ നിന്ന് പുറത്താക്കുന്നു. ഞാൻ നിങ്ങളെ എല്ലാവരെയും കുടുംബത്തിലെ അംഗങ്ങളായിട്ടാണ് കണ്ടിരുന്നത്. എല്ലാപ്പോഴും ഞാൻ നിങ്ങളെ ബിസിനസ്സിലെല്ലാം സഹായിച്ചിട്ടുമുണ്ട്. പക്ഷെ നിങ്ങളെല്ലാവരും എന്റെ ഭാര്യയോട് എന്താണ് ചെയ്തത്? നിങ്ങൾ അവളെ ഉപദ്രവിച്ചു, ഈ നിലയിലാക്കിയില്ലേ? പിന്നെ അങ്ങോട്ടേക്ക് സെക്രട്ടറി വന്നിട്ട് ഹോട്ടൽ റൂമിലെ എല്ലാ ദൃശ്യങ്ങളും കാണിക്കുന്നു. ഇത് കണ്ട് ഗുഷൻ ദേഷ്യത്തോടെ, നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? എന്റെ ഭാര്യ നിങ്ങളോടുള്ള സ്നേഹം കാരണമാണ് ഈ ഫാമിലിയിലെ ഡിന്നറിന് ഇവിടെ വന്നത്. പക്ഷെ നിങ്ങളെല്ലാവരും അവളെ അപമാനിച്ചു വിടുകയാണ് ചെയ്തത്. എന്നിട്ട് ഇവരെല്ലാവരും അവളോട് ചെയ്ത പോലെ അവൻ ആ ഭക്ഷണമെല്ലാം ടേബിളിൽ ചിത്രിയിട്ട് അവളെ കൊണ്ട് ചെയ്യിപ്പിച്ച പോലെ അവരെ കൊണ്ടും അത് അങ്ങനെ തന്നെ കഴിപ്പിക്കുന്നു. ഇതൊന്നും ഫുള്ള് കഴിക്കാതെ ആരെയും ഞാൻ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നു. അപ്പോൾ വീട്ടിലേക്ക് പോകരുതെന്ന് അവനോട് പറയുന്നുണ്ട്. പിന്നെ അവൻ അവളുടെ മുഖത്ത് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അവളുടെ ബോഡി നല്ല ഹീറ്റ് ആയിരുന്നു. അപ്പോഴും അവൾ വീട്ടിലേക്ക് പോകരുതെന്നാണ് പറയുന്നത്. പിന്നെ അവൾ ബോധമില്ലാതെ ലെക്ക് കെട്ട് അവനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ ശരിക്കും ഇഷ്ടമാണോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ സംസാരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അവൻ അതെ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഓക്കെ, എന്നാ ഒന്ന് എന്നെ ശരിക്കും കെട്ടിപ്പിടിച്ചേ എന്ന് പറയും. അപ്പോൾ അവൻ അവളുടെ ഡിമാൻഡ് പ്രകാരം അവളെ ഒന്ന് കെട്ടിപ്പിടിക്കും. പിന്നെ അവൻ യുവി, നമുക്ക് ആദ്യം വീട്ടിലോട്ട് പോകാം, നമ്മളിപ്പോ പുറത്താണ്, ആരെങ്കിലും കണ്ടാൽ മോശമാണ്. അപ്പൊ അവളെ ഓക്കെ ശരി, ഇപ്പോ നിനക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേ? ഇഷ്ടമായിരുന്നെങ്കിൽ നിനക്കൊരു കിസ്സെങ്കിലും ചെയ്തൂടെ? പിന്നെ അവള് നീ എന്നെ സ്നേഹിക്കുന്നില്ലെന്നേ പറഞ്ഞ് അവൾ അവിടെ വെച്ച് കരയാൻ തുടങ്ങും. അപ്പൊ അവൻ അവളെ പാവം വിചാരിച്ചിട്ട് പബ്ലിക്കിൽ വെച്ച് കിസ് ചെയ്യും. പിന്നെ അവളെ ലെക്ക് കെട്ട് ഓവറാകാൻ തുടങ്ങും. അവൻക്ക് അവളെ കൺട്രോൾ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ അവനക്കൊരു 10-15 കിസ്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ സെക്രട്ടറി കാറിലിരുന്നോണ്ട് സെൽഫി എടുക്കുന്നുണ്ട്. പിന്നെ സെക്രട്ടറി, ബോസ് മതിയിലെ, ബാക്കി ഇനി വീട്ടിലോട്ട് ചെന്നിട്ട് പോരെ. പിന്നെ ഗുഷൻ അവളോട്, ഇനി ഒരു തുള്ളി വൈൻ പോലും നിനക്ക് മണപ്പിക്കാൻ പോലും ഞാൻ തരില്ല, നീ എന്തൊരു ഓവറായുവി. അപ്പോ അവള്, അതിന് ഞാനൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ല ഗുഷൻ എന്ന് പറയുന്നു. പിന്നെ അവള്, നീ എനിക്കൊരു ലോങ് കിസ് തന്നാൽ മാത്രമേ ഞാൻ വീട്ടിലോട്ട് വരികയുള്ളൂ എന്ന് പറയും. അവസാനം അവൻ അവൾക്കൊരു നീണ്ട ചുംബനം കൊടുത്തിട്ട് അവളെ കാറിലേക്ക് ഇട്ടിട്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അവളെ, എന്റെ കുഞ്ഞെവിടെ മിസ്റ്റർ ഹസ്ബൻഡ് എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് അവൻ ആശ്ചര്യത്തോടെ, നീ എന്റെ ഹസ്ബൻഡ് എന്ന് വിളിച്ചോ എന്ന് ചോദിക്കും. അപ്പോ അവള്, അതെ, നീ എന്റെ ഹസ്ബൻഡ് അല്ലേ എന്ന് ചോദിക്കും. പിന്നെ അവളോട് മെഡിസിൻ കഴിക്കാൻ പറയും. പക്ഷെ അവള് കഴിക്കില്ല. അപ്പോ അവന് ആ മരുന്ന് വായിലിട്ടിട്ട് അവൾക്ക് നല്ല കിസ് കൊടുത്തിട്ട് റൊമാൻറ്റിക്കായി ആ മെഡിസിൻ അവൾക്ക് കൊടുക്കും. പിന്നെ അവളോട് നന്നായി ഉറങ്ങാൻ പറയും. അങ്ങനെ പിറ്റേന്ന് രാവിലെ അവളെ എണീറ്റിട്ട് ഗുഷനെ ടച്ച് ചെയ്തിട്ട്, ഞാൻ ഇന്നലെ കണ്ട സ്വപ്നം എത്ര മനോഹരമായിരുന്നു എന്ന് പറയുന്നു. അപ്പോ ഗുഷൻ അവളുടെ കൈ പിടിച്ചു വെച്ചിട്ട് അവളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. പിന്നെ അവൾ അതിൽ നിന്നും എണീറ്റിട്ട്, ഇന്നലെ നൈറ്റിൽ എന്താ സംഭവിച്ചത്? എനിക്കൊന്നും തന്നെ ഓർമ്മയില്ല. ഞാൻ സ്വപ്നം കണ്ട പോലെ അത് വല്ലതും നടന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൻ, അതെ, അതിനിപ്പോ എന്താ, നീ എന്തിനാ എത്ര നെർവസ് ആകുന്നേ? അപ്പോ അവളാകെ ഷോക്കായിട്ട് ചമ്മിട്ട അയ്യനായി. പിന്നെ അവള്, ദൈവമേ, ഒന്നിന്റെ ക്ഷീണം എനിക്ക് മാറിയിട്ടില്ല, ഇനി ഒരു അമ്മയാകാൻ ഞാനിപ്പോ തീരുമാനിക്കുന്നില്ല. അപ്പോ അവൻ അവളോട് സോറി പറയും. നീ ഇന്നലെ നന്നായി മദ്യപിച്ചിരുന്നു, ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ? എല്ലാത്തിനും തുടക്കം നീയാണെന്ന് പറയും. അപ്പൊ അവൾ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഓർക്കുന്നു. പിന്നെ അവൻ അവളോട്, വേഗം എണീക്ക്, നമുക്ക് ഓഫീസിൽ പോകാമെന്ന് പറയും. അപ്പോ അവളെ, ഇന്നലെ നടന്ന കാര്യങ്ങൾ ആലോചിച്ചുള്ള ചമ്മലൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് അവൾ ഞാനിന്നില്ല എന്ന് പറയും. അപ്പോ അവൻ, ഓക്കെ ശരി, നീ ഇവിടെ ഇരുന്ന് ഇന്നലെ നടന്ന കാര്യങ്ങൾ മനസ്സ് നിറയെ ചിന്തിക്ക് എന്ന് ചിരിച്ചുകൊണ്ട് പറയും. പിന്നെ അവളും ചിരിച്ചോടെ, ദൈവമേ, ഇതിനൊരു അവസാനമില്ലേ എന്ന് ചിന്തിക്കുന്നു. പിന്നെ അവർ തമ്മിലുള്ള റിലേഷൻ ഒന്നുകൂടെ ഡീപ്പാകുന്നുണ്ട് കേട്ടോ. പിന്നെ അവളെ, കുഞ്ഞിനെ നോക്കിയിട്ട്, നിനക്ക് അമ്മ ഒരു വീട് വെച്ച് തരാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഇപ്പോ അമ്മ ഒരു അത്യാഗ്രഹിയാണ്. ആദ്യം എനിക്കൊരു ഭർത്താവ് വേണം, പിന്നെ നിനക്കൊരു അച്ഛൻ, പിന്നെ നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ കുഞ്ഞും അതേ എന്ന് മോളും, അതേ എന്ന മട്ടിൽ മോളും, നിന്റെ കൂടെ നിന്റെ അച്ഛനും ഞാനും സന്തോഷത്തോടെ ഒരു സന്തുഷ്ട കുടുംബമായി ഒരുമിച്ച് താമസിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൾ ഗുഷന് ഫയൽ കൊടുക്കാനായിട്ട് ഓഫീസിൽ പോകുന്നു. അവൾ അവിടെ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ജൂലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണ് വന്നിട്ട് ഗുഷനെ വിളിച്ച് ഓടി വന്ന് അവനെ ഹഗ് ചെയ്യും. അവനും സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ചിട്ട്, ജൂലി, നീ തിരിച്ചു വന്നോ എന്ന് ചോദിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം യുവി ദൂരെ നിന്നുകൊണ്ട് കാണുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നതൊന്നും അവൾക്ക് കേൾക്കാനേ സാധിക്കുന്നില്ല. പിന്നെ യുവിയുടെ ഫ്രണ്ട് അന്നെ വന്നിട്ട്, നോക്ക്, മിസ്റ്റർ ഗുവിന്റെ ലവർ എത്ര പെർഫെക്റ്റ് ആണല്ലേ എന്ന് അവളുടെ തോളിൽ കൈയിട്ടിട്ട് പറയുന്നു. ഇവിടെ ജൂലി ഗുഷനോട്, എന്റെ ബാബി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഗുഷൻ, നിങ്ങളുടെ ബാബി ഇവിടെ തന്നെയുണ്ട്, നീ ആദ്യം റിലാക്സ് ചെയ്യാന്ന് പറയും. ജൂലി പറയും, ഞാൻ ബാബിക്കായിട്ട് ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ അതെല്ലാം എന്റെ സ്യൂട്ട് കേസിലാണ്, അതൊക്കെ പുറത്താണെന്ന് പറയും. അപ്പോ അവൻ, അതൊക്കെ ഞാനെടുത്തോളാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകും. ഇത് കണ്ട് യുവി സങ്കടം അടക്കി പിടിക്കാനാവാതെ അവിടുന്ന് പോകുന്നു. പിന്നെ ഗുഷൻ ഓഫീസിലേക്ക് 2 കോഫി വേണമെന്നും ജൂലിയുടെ ടേസ്റ്റ് എന്താണെന്നും പറഞ്ഞ് കൊണ്ടുവരാൻ പറയുന്നു. അതിനിടയിൽ ഇവിടെ ജിയാങ്ഷി ഗുഷന് കുറച്ചു മാസങ്ങളായി ഇവിടെ യുവിയോടൊപ്പമാണ് താമസിക്കുന്നത് എന്ന് അറിയുന്നു. ദേഷ്യം വന്ന ജിയാങ്ഷി അവൾ ഗുഷൻ അവളുടെ വലയിൽ വീത്തി അടിച്ചു മാറ്റിയതാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. പിന്നെ യുവിയെ കൊടുക്കാനായിട്ട് ജിയാങ്ഷി ഒരു പ്ലാൻ ഇടുന്നുണ്ട്. ഇവിടെ യുവി ഓഫീസിലോട്ട് 2 കോഫി ഓർഡർ ചെയ്യുന്നുണ്ട്. അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഗുഷൻ ജൂലിയുടെ സൂട്ട് കേസുമായി അകത്തോട്ട് പോകുന്നതാണ് യുവി കാണുന്നത്.
മാത്രവുമല്ല അവൻക്ക് അവളുടെ ഫ്ലേവർ ഏതാണെന്ന് പോലും അവൻക്കറിയാം. ഗുഷന് അവളെയും എന്നെയും ഒരുപോലെ എത്രമാത്രം പരിപാലിക്കുന്നുണ്ടാകും, ഗുഷന് ആരാണ് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നൊക്കെ അവൾ സങ്കടത്തോടെ ആലോചിക്കും. അതിനിടയിൽ ഓഫീസിലെ ഒരു ലേഡി വന്നിട്ട് അവളെ നിർബന്ധിച്ച് ഒരു ഡിന്നർ പാർട്ടിക്ക് കൊണ്ടുപോകുന്നു. അവിടെ ജിയാങ്ഷിയും ഉണ്ട്. അവളെ യുവിയുടെ ആന്റിയെയും അങ്കിളിനെയും വിളിച്ചിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ അപമാനിക്കാൻ പറഞ്ഞിട്ട് അവർക്ക് പണം നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും ആ ഡിന്നറിന് വന്നിട്ട് ഇവിടെ അമ്മാവനും ആന്റിയും അവൾക്ക് നേരെ കരയുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നതായി അഭിനയിക്കുന്നു. അവർ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് യുവിയോട്, നിന്നെ ഞങ്ങൾ എത്രമാത്രം സ്നേഹിച്ചു, ഒരു ബുദ്ധിമുട്ടും കൂടാതെയാണ് ഞങ്ങൾ നിന്നെ വളർത്തിയത്, എന്നിട്ട് ഇനി ഞങ്ങൾക്ക് തന്നതോ ആരോടും ഒന്നും പറയാതെ ഏതോ ഒരു വൃദ്ധന്റെ കൂടെ സ്നേഹം നടിച്ചുപോയി ഞങ്ങൾ ഒഴിവാക്കിയെന്നും പറയുന്നു. ഇത് കേട്ട് എല്ലാവരും യുവിയെ തുറിപ്പിച്ചു നോക്കുന്നുണ്ട്. ഇത് കേട്ട് യുവി, മതി, ഒന്ന് നിർത്ത്, നിങ്ങളുടെ ഈ നാടകം ഒന്ന് നിർത്താമോ, നിങ്ങളിത് എന്ത് വിഡിത്തരമാണ് വിളിച്ചു പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവളെ പറ്റി എല്ലാവരും പലതും പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. കാര്യം എന്തായാലും അവളുടെ ഭർത്താവിനെ ആരും ഇതുവരെ കണ്ടിട്ടില്ല, അവളുടെ മകളും ഒരു അവിഹിതയാണെന്ന് തോന്നുന്നു. ഇത് കേട്ട് യുവി ഉച്ചത്തോടെ, എന്റെ മകളെ ഒരു ഇല്ലീഗലൊന്നുമല്ല, അവൾക്കൊരു അച്ഛനുണ്ടെന്ന് പറയുമ്പോൾ അമ്മ അവൻ യുവിയുടെ മുഖത്തടിച്ചിട്ട് അവളെ വീണ്ടും നാണം കെടുത്തും. കൂടെ ജിയാങ്ഷിയും യുവിയെ അപമാനിക്കുന്നുണ്ട്. നീ ഇത്ര വലിയ സദൃവൃത്തിയായ സ്ത്രീയാണെങ്കിൽ നീ നിന്റെ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കെന്ന് പറഞ്ഞ് ജിയാങ്ഷി അവളുടെ ഫോൺ തട്ടിയെടുക്കും. എന്നിട്ട് ഗുഷനെ വിളിക്കും. പക്ഷെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് അവനക്കൊന്നും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ജോലി എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഭാബി എന്തോ കുഴപ്പത്തിലാണെന്ന് പറഞ്ഞ് ഗുഷൻ ഓഫീസിലേക്ക് ഓടും. അന്നയോട് അവളെവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ കോഫി എടുക്കാൻ പോയിരുന്നു എന്ന് പറയുന്നു. പിന്നെ ജിയാങ്ഷി അവളുടെ ഫോൺ വൈനിലിടുകയും അവളുടെ ഫോൺ കേടാവുകയും ചെയ്തു. ഗുഷൻ എത്ര വിളിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവൻ സെക്രട്ടറിയെ വിളിച്ചിട്ട് ഒരു മിനിറ്റിനുള്ളിൽ എന്റെ ഭാര്യ എവിടെയാണെന്ന് കണ്ടുപിടിക്കാന്ന് പറയുന്നു. പിന്നെ ജിയാങ്ഷി യുവിയുടെ റിസൈൻ ലെറ്റർ തയ്യാറാക്കിയിട്ട് അതിൽ അവളെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടിയിക്കുന്നുണ്ട്. ഇന്നു മുതൽ നീ ഗുഷന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്തു പോകുമെന്ന് പറയുന്നു. അന്നേരം ഉടനെ തന്നെ അങ്ങോട്ട് ഗുഷൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് കടന്നു വരികയും അങ്കിളിനെ ചവിട്ടി താഴെ ഇടുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഗുഷനെ കണ്ട ജിയാങ്ഷി, നീ ഇവിടെ വന്നത് എന്തായാലും നന്നായി, ഈ യുവി എന്തൊരു നീചയായ സ്ത്രീയാണ്, അവൾക്ക് ഒരു ഓൾഡ് മാനുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ, ആ കുഞ്ഞു പോലും അയാളുടേതാണ്, അതൊരു അവേദത്തിലുണ്ടായതാണെന്നൊക്കെ പറയുമ്പോൾ യുവി സങ്കടത്തോടെ വന്ന് ഗുഷനെ കെട്ടിപ്പിടിക്കുന്നു. ഇത് കണ്ട് ജിയാങ്ഷി അവന്റെ അടുത്തോട്ട് പോയി യുവിയെ മാറ്റാൻ നിൽക്കവേ ഗുഷൻ ജിയാങ്ഷിയെ തള്ളി മാറ്റിയിട്ട്, എന്റെ ഭാര്യ എന്നെ കെട്ടിപ്പിടിക്കുകയാണ്, അതിൽ നിനക്കെന്താ പ്രോബ്ലം എന്ന് ചോദിക്കും. ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഷോക്കാകുന്നുണ്ട് കേട്ടോ. പിന്നെ അവൻ എല്ലാവരോടും യുവി എന്റെ ഭാര്യയാണെന്നും യാവോ ഞങ്ങളുടെ കുഞ്ഞാണെന്നും പറയുന്നു. പിന്നെ ജിയാങ്ഷിക്ക് അവളുടെ ഗൂ ഫാമിലിയുമായി ശത്രുത ഉണ്ട്, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും പറയുന്നുണ്ട് അവൻ. ഇത് കേട്ട് ജിയാങ്ഷി ദേഷ്യപ്പെടാൻ തുടങ്ങി. നമ്മൾ തമ്മിൽ നല്ല പെർഫെക്റ്റ് മാച്ച് ആണെന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നും ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ അവൾ ദേഷ്യപ്പെട്ട് പറയും. അപ്പോ അവൻ, ഞാൻ എപ്പോഴും എന്റെ ഭാര്യയാണ് സ്നേഹിക്കുന്നത്, ഇനി മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും പറയും. പിന്നെ അങ്കിളും ആന്റിയും ഗുഷന്റെ കാലിൽ വീണിട്ട് മാപ്പ് പറയുന്നു. പക്ഷേ യുവി അതൊന്നും മെയിൻറ്റ് ചെയ്യാതെ, നിങ്ങളെന്നെ കൊന്നതിനും വിറ്റതിനും നിങ്ങൾ എല്ലാവരും ശിക്ഷിക്കപ്പെടും, ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ അവർ അവിടെ നിന്നും പോകുന്നു. പിന്നെ ജൂലി യുവിയോട് പറയും, ഭാബി വിഷമിക്കണ്ട കേട്ടോ, ഞാൻ ജിയാൻഷിയുടെ കുടുംബത്തിന്റെ സ്റ്റോക്ക് ഇതിനകം തന്നെ വെട്ടിക്കുറച്ചെന്ന് പറയും. എന്റെ ഭാബിയെ തൊടാൻ അവരാരാ എന്നൊക്കെ പറഞ്ഞ് അവൾ യുവിയെ സമാധാനിപ്പിക്കും. അപ്പോഴാണ് യുവി ഇത് ഗുഷന്റെ സിസ്റ്റർ ആണെന്ന് അറിയുന്നത്. ജൂലി ഗുഷനോട്, അപ്പോ നീ എന്നെ കുറിച്ചൊന്നും അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ, സോറി പറയാൻ വിട്ടതാ, ഇത് എന്റെ സിസ്റ്റർ ജൂലിയാണ്, അവൾ ചൈനയിലായിരുന്നു എന്ന് പറയും. അങ്ങനെ ഒടുവിൽ എല്ലാ തെറ്റിദ്ധാരണകളും പരിഹരിക്കപ്പെട്ടു. അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഗുഷൻ അവളെ വിളിച്ചിട്ട് മുട്ടുകുത്തിയിരുന്നിട്ട് മോതിരം പുറത്തെടുത്ത് പറയുന്നു, ഞാൻ വളരെ ദേഷ്യക്കാരനും ശാഠ്യക്കാരനുമാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ നിന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്, അതിനാൽ ഇനി എന്നോടൊപ്പം കൂടുന്നോ എന്നവൻ ചോദിച്ച് അവളെ പ്രപ്പോസ് ചെയ്യും. അപ്പോൾ അവൾ സന്തോഷത്തോടെ എസ് പറഞ്ഞിട്ട് റിംഗ് ഇടാൻ വേണ്ടി കൈവച്ചു കൊടുക്കും. തുടർന്ന് സെക്രട്ടറി നമ്മുടെ ക്യൂട്ട് വാവയായ യാവോയെ കൊണ്ടുവരുന്നു. ഇപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അങ്ങനെ സമയം രാത്രിയായി. അവളവനോട് എനിക്ക് നല്ല പെയിനുണ്ടെന്ന് പറയും. അപ്പോൾ അവിടെ പുറത്ത് അമ്മയും അച്ഛനും ജൂലിയും ഇത് കേൾക്കുന്നുണ്ട്. അമ്മ അവനോട്, എന്താ മോനെ, അവൾക്കിപ്പോ വയ്യാത്തതല്ലേ എന്നൊക്കെ പറയും. അപ്പോ അവനെ, അമ്മ ഇതെന്തൊക്കെയാ പറയുന്നേ, അവളുടെ കൈക്ക് പരിക്ക് പറ്റി, അതിന് ഞാൻ മരുന്ന് വെച്ച് കൊടുക്കുകയാണെന്ന് പറയും. ഇത് കേട്ട് യുവി ചിരിയോട് ചിരി. പിന്നെ അമ്മ, സോറി മോനെ, ക്ഷമിക്കണം, ഞാൻ തെറ്റിദ്ധരിച്ചു പോയെന്ന് പറയും. പിന്നെ അവൻ അവളോട്, ഇനി ഇങ്ങനെ സൂക്ഷിക്കാതെ നടന്നാലുണ്ടല്ലോ ഞാൻ നിനക്ക് നല്ല പണിഷ്മെന്റ് തരുമെന്ന് പറയും. അപ്പോൾ അവള് റൊമാൻറ്റിക് ആയിട്ട് എന്ത് പണിഷ്മെന്റ് എന്ന് ചോദിച്ചിട്ട് അവനെ കിസ് ചെയ്യും. പിന്നെ അവളുടെ കൈകളിൽ ബാൻഡേജ് കെട്ടിയിട്ട് തിരിച്ചൊരു കിസ് കൊടുത്ത് ഗുഡ് നൈറ്റും പറഞ്ഞ് ഉറങ്ങുന്നു. അങ്ങനെ പിറ്റേന്ന് രാത്രിയും ഇതേപോലെ അവളുടെ നെറ്റിയിൽ ചുംബനം കൊടുത്തിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞു ഉറങ്ങുന്നു. രണ്ടാം നാളും മൂന്നാം നാളും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. നാലാമത്തെ ദിവസം നൈറ്റിൽ അവളെ മുറിവ് കാണിച്ചു കൊടുത്തിട്ട് അവനോട് അതൊക്കെ മാറിയെന്ന് പറയുന്നു. പിറ്റേന്ന് രാവിലെ അവർ എണീക്കുമ്പോൾ അച്ഛനും മകളും പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എവിടെയൊക്കെ പോകാൻ നിൽക്കുവാണ്. അവൻ പറയുന്നു, ഇന്ന് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്, അവളോട് വേഗം മാറ്റിയിട്ട് വരാൻ പറയും. അങ്ങനെ അവർ പോകുന്നത് വിവാഹം രജിസ്റ്റർ ചെയ്യാനാണ് കേട്ടോ. അങ്ങനെ മൂവരും ഒരു ഫാമിലി ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ രണ്ടുപേർക്കും
പേർക്കും മാരേജ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു. ഇത്രയും സ്നേഹനിധിയായ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് അവൾ കരുതുന്നു. അവൾ മനസ്സിൽ പറയുന്നുണ്ട്. പിന്നെ 3 പേരും അവരുടെ ഫാമിലി സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് പോകുന്നു. അവിടെ വെച്ച് അവൾ അവനോട് നീ എന്നെ സ്നേഹിച്ചതിന് താങ്ക് യു സോ മച്ച് ഗുഷ്യൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനും നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതിനും യാവോയെ തന്നതിനും അവളോട് നന്ദി പറയുന്നു. ഇത് കേട്ട് കുഞ്ഞും ചിരിക്കുന്നു. അങ്ങനെ 3 പേരും ചിരിക്കുന്ന ഈ ഒരു സീന് കാണിച്ചുകൊണ്ടാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നത്. ഈ ഒരു ഫാമിലിക്ക് നിങ്ങൾ എത്ര പോയിന്റ് കൊടുക്കും? പിന്നെ ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടാൽ റെഡ് ഹാർട്ട് കമന്റ് ചെയ്യണേ.